السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خير خلق الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. الشافي سبحانه, ശിഫ നൽകുന്നവനായ അള്ളാഹു, രോഗത്തിന് ശമനം നൽകുന്നവനായ അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കുന്ന സ്വഹീഹുൽ ബുഖാരിയിൽ അടക്കമുള്ള ഹദീസിൽ വന്നിട്ടുള്ളൊരു ഇസ്മാണിത്. അദ്ഹിബുൽ ബഅ്സ റബ്ബന്നാസ് ഇശ്ഫി അൻത ഷാഫി. അള്ളാഹുവെ നീ ഷാഫിയാണ്, നീ ഷിഫിയാക്കി തരയണമേ എന്ന് ദുആരക്കാൻ പറഞ്ഞ ഹദീസുണ്ട്. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ 99 ഇസ്മുകളായി ഹദീസിൽ ഒരുമിച്ച് വന്ന ആ ഹദീസിനപ്പുറം വിശുദ്ധ ഖുർആനിലും മറ്റു ഹദീസുകളിലുമൊക്കെയായി വേറെയും ഏകദേശം 30-ലേറെ 40-നോളം അടുത്ത് വേറെയും ഇസ്മുകളുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് 99 ഇസ്മിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ക്ലാസ് അടുത്ത ആഴ്ചയോടുകൂടെ 99 ആകും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സെപ്റ്റംബറിൽ ഇൻഷാ അല്ലാഹ് ക്ലാസ് പുനരാരംഭിക്കണം ഇൻഷാ അല്ലാഹുൽ അസീസ് എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാകും വല്ലന്ന ഫഇന്ന അല്ലന്ന അക്ദബുൽ ഹദീസ്. മുത്തഫഖുൻ അലൈഹി. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ സ്വഹീഹ് മുസ്ലിമിലും സ്വഹീഹുൽ ബുഖാരിയിലും രണ്ട് സ്വഹീഹിൻ്റെ കിതാബുകളിൽ വന്ന ഹദീസാണെന്നാണ്. ഇയ്യാകും വല്ലന്ന ഫഇന്ന അല്ലന്ന അക്ദബുൽ ഹദീസ്. ഇയ്യാകും വല്ലന്ന, നിങ്ങളാരും ധാരണകൾ വെച്ച് പുലർത്തരുത്. ഫഇന്ന അല്ലന്ന അക്ദബുൽ ഹദീസ്. കാരണം ധാരണകൾ വർത്തമാനത്തിലെ ഏറ്റവും നുണ പറയുന്ന വർത്തമാനമാണ്. ധാരണ, നമുക്ക് ഉറപ്പില്ലാത്ത വിഷയം നമ്മളായിട്ട് ധരിച്ചു വെക്കുക, ഒരാളെക്കുറിച്ച് തെറ്റായി ധരിക്കുക, ഒരു വിഷയത്തെക്കുറിച്ച് തെറ്റായിട്ട് നമ്മളതിനെ ചിന്തിക്കുക, അത് നിങ്ങൾ ചെയ്യരുത്. ഇയ്യാകും വല്ലന്ന, നിങ്ങൾ മോശമായ ധാരണകൾ വെച്ച് പുലർത്തരുത്. മോശമായ ധാരണ ഏറ്റവും കളവ് പറയുന്ന ഒരു വർത്തമാനം തന്നെയാണ്. അത് സത്യത്തിൽ കളവ് പറയുന്ന പോലെയാണ്. ഒരാളെ സംബന്ധിച്ച് ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് അയാളെ സംബന്ധിച്ച് മോശം പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നിങ്ങളാരും മോശപ്പെട്ട ചിന്തകൾ വെച്ച് പുലർത്തരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഹദീസ്. ഒന്ന് ചൊല്ലി നോക്കൂ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇയ്യാകും വല്ലന്ന ഫഇന്ന അല്ലന്ന അക്ദബുൽ ഹദീസ്. അതല്ലേ ഇയ്യാകും വല്ലന്ന ഫഇന്ന അല്ലന്ന അക്ദബുൽ ഹദീസ്. ചെറിയൊരു ഹദീസാണത്, വലിയ ആശയമാണ്. ഇയ്യാകും വല്ലന്ന, പറഞ്ഞു നോക്കൂ. ഇയ്യാകും വല്ലന്ന ഫഇന്ന അല്ലന്ന അക്ദബുൽ ഹദീസ്. ഇയ്യാകും, നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾക്ക് വേണ്ടട്ടോ. അല്ലന്ന, തെറ്റിദ്ധാരണകൾ വേണ്ട. മോശമായി ആരെപ്പറ്റിയും വിചാരിച്ചു പോകരുത്. തെറ്റിദ്ധാരണകൾ ഉണ്ടാകരുത്. നമുക്ക് പ്രൂഫില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ചാണിത് പറയാം. ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല,
ഒറ്റയടിക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, തെറ്റിദ്ധരിക്കുകയാണ്. അത് ചെയ്യാൻ പാടില്ല. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യരുത്. ഫഇന്ന ളന്ന, തീർച്ചയായും ചില ധാരണകൾ, അക്ദബുൽ ഹദീസ്, വളരെ നുണ പറയുന്ന വൃത്താന്തങ്ങളാണ്, അത് നുണയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഷാഫിയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ജല്ല ജലാലു ശിഫ നൽകട്ടെ. അള്ളാഹു നമ്മിലെ രോഗികൾക്കൊക്കെ ശിഫ നൽകട്ടെ. നമ്മുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരട്ടെ. പ്രായമുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഇസ്ലാം സെൻറ്ററിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി സലാം സാഹിബിൻ്റെ ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അള്ളാഹു ഉമ്മാക്ക് ആയുരാരോഗ്യവും ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. നമ്മുടെ ഉമ്മമാർക്കും എല്ലാവർക്കും, ഭാര്യ സന്തതികൾക്ക്, വേണ്ടപ്പെട്ടവർക്ക് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവർക്കൊക്കെ അള്ളാഹു അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മരണപ്പെട്ടു പോയവർ അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ, അള്ളാഹു മർഹമത്ത് ചെയ്യട്ടെ. നമ്മുടെ അബുദാബി യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന റാസിഖ് സാഹിബുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ഇന്നലെ വഫാത്തായി എന്ന വിവരം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. മുഹമ്മദ് അമൻ റാസിഖ് എന്നറിയപ്പെടുന്ന 21 വയസ്സുള്ള മോനാണ്. സ്റ്റെയർ കേസിൽ തലയിടിച്ച് വീണതാണ്. അങ്ങനെ മരണപ്പെടുകയാണ് ഉണ്ടായത്. യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണ്. അതുമാത്രമല്ല, ഞങ്ങൾ അബുദാബി യൂണിവേഴ്സിറ്റിയിൽ താമസിക്കുന്ന സമയത്ത് 10 കൊല്ലത്തോളം ഞങ്ങളുടെ അയൽവാസികളാണ്. ഏതായിരുന്നാലും ഞാനിപ്പോൾ മഗ്‌രിബിന് ശേഷം അവരുടെ വീട്ടിൽ പോയി മോൻ്റെ ഉപ്പാനൊക്കെ സന്ദർശിച്ചു. മയ്യിത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ്. അള്ളാഹു വലിയ ക്ഷമ കൊടുക്കട്ടെ ആ മാതാപിതാക്കൾക്ക്. ഉമ്മ വളരെ വിഷമത്തിലാണ്, വാപ്പയും അനിയന്മാരൊക്കെ എല്ലാവരും. അള്ളാഹു ആ മോൻ്റെ ഖബറിടം അള്ളാഹു സ്വർഗത്തൊപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു മാതാവിനോ പിതാവിനോ മക്കൾ വലുതായി അവർ സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് മുതിർന്നവരായി അവരെ കണ്ട് ആശ്വസിക്കുന്ന ഒരു സമയമാകുമ്പോൾ ആ മക്കളെ നഷ്ടപ്പെടുന്നത് വലിയ വേദനയാണ്. ആ ഉമ്മാക്കും ഉപ്പാക്കും ബന്ധുക്കൾക്കൊക്കെ അള്ളാഹു ആ വലിയ പരീക്ഷണം താങ്ങാനുള്ള കരുത്തും ക്ഷമയും മനസ്സിനുറപ്പും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ട അമൻ റാസിഖിന് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ ഖബറിടം അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. മാതാപിതാക്കളോടൊപ്പം അള്ളാഹു സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഷാഫിയാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ അസലിയായ കലാമാണ്. ഖുർആനും ഷിഫയാണ്. ഷിഫയും ദവാഉം എന്ന 2 വാക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. ദവാ എന്ന് പറഞ്ഞാൽ മരുന്നാണ്. ഷിഫ എന്ന് പറഞ്ഞാൽ മരുന്നുകൊണ്ട് നമുക്ക് കിട്ടേണ്ട നതീജയാണ്, അല്ലേ? അതിൻ്റെ ഔട്ട്കമാണ് ഷിഫ. വിശുദ്ധ ഖുർആൻ മരുന്നാണെന്നല്ല പറഞ്ഞത്, ഖുർആൻ ഷിഫയാണ് എന്നാണ് പറഞ്ഞത്. മരുന്ന് ഷിഫ കിട്ടുന്നതും കിട്ടാത്തതുമുണ്ട്. വിശുദ്ധ ഖുർആൻ യഖീനാണ്. പക്ഷെ അതിനെ സംബന്ധിച്ച് ഉലമാ പറയുന്ന വിഷയം തജ്രീബിയൻ, അതായത് പരിശോധിക്കാൻ വേണ്ടി അത് ചെയ്യുന്നവർക്ക് ഷിഫ കിട്ടൂല എന്നാണ്. ഇപ്പം സംസം വെള്ളം അങ്ങനെയാണ്, കുടിച്ചാൽ കാര്യമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. ഞാനൊന്ന് നോക്കട്ടെ, എൻ്റെ വയറുവേദന മാറൂല ഉറപ്പാ. തജ്രീബ് ചെയ്യാൻ അത് പരീക്ഷണത്തിനുള്ളതല്ലാതെ ഖത്ഈ ദലാലത്തായ ഹദീസുകളാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. വിശുദ്ധ ഖുർആൻ ഷിഫയാണ്, സംസം ഷിഫയാണ്, അസല് തേൻ ഷിഫയാണ്, ഹബ്ബത്തു സൗദ കരിഞ്ജീരകം അതിന് ഷിഫുണ്ട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിൽ വന്ന ഈ വാക്കുകളൊക്കെ എല്ലാ തരത്തിലുമുള്ള അസുഖങ്ങൾക്കുള്ള ഷിഫയാണ്. അത് ഷിഫാഇൻ്റെ ഒരു വലിയ കാരണമാണ്. എന്നാൽ ഫിസിക്കൽ മെഡിസിൻസ് അത് ഉപയോഗിക്കണം, അത് ഉപയോഗിച്ചേക്കണം. എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. ആ മരുന്നുകൾ നിങ്ങൾ അറിയുന്നവർക്കറിയാം, അറിയാത്തവർക്കറിയില്ല. എല്ലാറ്റിനും അള്ളാഹു മരുന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മരുന്ന് കഴിക്കണം. തദാവൂ യാ ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ നിങ്ങൾ മരുന്ന് കഴിക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഹാരിസ് ഇബ്നു കിൽദ എന്ന് പറയുന്ന അറേബ്യയിലെ പേരുകേട്ട ഡോക്ടറുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഏറ്റവും വലിയ ബിശ്വഗ്വരൻ അറബ് ലോകത്ത്, ഹാരിസ് ഇബ്നു കിൽദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സ്വഹാബികളോടൊക്കെ ഹാരിസ് ഇബ്നു കിൽദയെ പോയി കാണാൻ പറയുന്നുണ്ട്. നമ്മളൊക്കെ പറയില്ല മെഡിക്കൽ കോളേജിൽ പോയിക്കോ, ഇന്ന ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ, നല്ല ഏറ്റവും നല്ല ഡോക്ടേഴ്സിനെ റെഫർ ചെയ്യുന്ന പോലെ അറേബ്യയിലെ ഏറ്റവും വലിയ ഡോക്ടറെ ചെന്ന് കാണാൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അങ്ങനെ ഒരു മരുന്ന് കഴിക്കുന്നത് സുന്നത്താണ്, അങ്ങനെയാണ്. പക്ഷെ ശിഫ തരുന്നത് അള്ളാഹുവാണ്. ഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ ശിഫ നൽകുന്നത് അള്ളാഹുവാണ്. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്, യാ റബ്ബി, അള്ളാഹുവേ, മിമ്മനി ദവാ, ആരാണ് പടച്ചവനെ മരുന്ന് നൽകുന്നത്? ഖാല മിന്നി, അള്ളാഹുവിൻ്റെ മറുപടി, ഞാൻ തന്നെയാണ് മരുന്ന് നൽകുന്നത്. ഫമാ ബാലു ത്വബീബ്, എന്നാൽ പിന്നെ എന്തിനാണ് ഡോക്ടർ? റജുലുൻ ഉർസില ദവാഉ അലാ യദൈഹി, ഡോക്ടർ എന്ന് പറഞ്ഞാൽ അയാളുടെ കരങ്ങളിലൂടെയാണ് ഈ മരുന്നിനെ ഞാൻ അയക്കുന്നത്, ഈ മരുന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ ഡോക്ടറുടെ കയ്യിലൂടെയാണ്, പഠിച്ച ആളുകളുടെ കയ്യിലൂടെയാണ്. അവർക്കതറിയാം ഈ രോഗത്തിന്, ഏത് രോഗത്തിന് ഏത് മെഡിസിനാണ് കൊടുക്കേണ്ടത് എന്ന്. ആ ദവാ എൻ്റേതാണ്, എൻ്റെ ദവാ ഞാൻ ഡോക്ടറുടെ കയ്യിലൂടെ എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതേപോലെ മനോഹരമായൊരു ചോദ്യം സയ്യിദുന മൂസ അലൈഹിസ്സലാം ചോദിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, യാ റബ്ബ് മിമ്മനി ദവാഉ വശിഫ, ആരാണ് പടച്ചവനെ മരുന്ന് നൽകുന്നതും ശിഫ നൽകുന്നതും ആരാണ് റബ്ബേ? ഖാല മിന്നി, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ മറുപടി, ഞാൻ തന്നെയാണ്. ഫമാ യസ്നഉൽ അത്തിബ്ബ, ചില റിവായത്തിൽ ഫമാ ബാലുൽ അത്തിബ്ബ, എന്നാൽ പിന്നെ എന്തിനാ ഡോക്ടർമാർ? ശിഫ നൽകുന്നതും മരുന്നൊക്കെ നീയാണെങ്കിൽ പിന്നെ എന്തിനാണ് പടച്ചവനെ ഡോക്ടർമാർ? ഖാല യഅകുലൂന അർസാഖഹും, അവരവരുടെ റിസ്ക് തേടുകയാണ്, അതവർ ഒരു പ്രൊഫഷനാണ്, അതവരുടെ റിസ്ക് ലഭിക്കാനുള്ളൊരു മാർഗമാണ്. അതോടൊപ്പം വയുതയ്യിബൂന ഖുലൂബ ഇബാദി ഹത്താ യഅതിയഹും ശിഫാഇ ഔ ഖലാഇ, എൻ്റെ ഖലാഓ അല്ലെങ്കിൽ എൻ്റെ ഷിഫാഓ വരുന്നത് വരെ മനുഷ്യർക്ക് ആശ്വാസം നൽകാനും ഡോക്ടർമാർക്ക് പറ്റും. അതന്നെ അവർ ചെയ്യുന്ന പണി. രോഗം നൽകുന്നത് അവർ, രോഗം ഷിഫയാക്കുന്നത് ഡോക്ടറാണോ? അല്ല. സുബ്ഹാനല്ലാഹ്. മനുഷ്യൻ നിസ്സഹായനായി പോകുന്ന രംഗമാണ് ആരോഗ്യം നഷ്ടപ്പെടുന്ന സമയം. വെന്റിലേറ്ററിലോ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലോ മനുഷ്യന് മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടി വരുമ്പോൾ, ഒരു മേജർ ഓപ്പറേഷന് വിധേയമാകേണ്ടി വരുമ്പോൾ, അതും തന്നെ ഡോക്ടർമാർ സക്സസ് ആകുമോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റില്ല. നമുക്കൊന്ന് ചെയ്തു നോക്കാം, നിങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകൾ ഒപ്പിട്ട് തരികയാണെങ്കിൽ ഞങ്ങളത് ചെയ്യാം, ഇങ്ങനെ പറയുള്ളൂ. ആ സർജറിക്ക് വിധേയമാകുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരൊക്കെ മാലാഖമാരോ വടച്ചവന്മാരൊക്കെ ആയിട്ട് ചില ആളുകൾ കാണും. കാരണം മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയാണത്. മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയല്ല. മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു ജല്ല ജലാലുവിലേക്ക് തവക്കുലാക്കണം. അല്ലാഹുവേ, എന്നെ ചികിത്സിക്കുന്ന ഈ ഡോക്ടർക്ക് ഒരസുഖം വന്നാൽ ഷിഫയാക്കേണ്ടത് നീ തന്നെയാണ്. ആ ഡോക്ടർക്ക് ഷിഫയാക്കാൻ കഴിയില്ല. മരുന്ന് ശരീരത്തിലേക്ക് ഏറ്റാൽ പോലും ആ മരുന്ന് പ്രവർത്തിപ്പിക്കേണ്ടത് അല്ലാഹുവേ നീയാണ്. അപ്പോൾ ഡോക്ടർമാരെ കാണുമ്പോൾ മനുഷ്യർക്ക് സമാധാനം ഉണ്ടാവും. ഹത്താ യഅതിയഹും ശിഫാഇ ഔ ഖലാഇ, ഒന്നുകിൽ എൻ്റെ ശിഫ അവർക്ക് കിട്ടും, അല്ലെങ്കിൽ എൻ്റെ അലംഘനീയമായ എൻ്റെ ഖലാ, മരണം അവിടെ സംഭവിക്കും. ഇത് രണ്ടാലൊന്ന് സംഭവിക്കുന്നത് വരെ മനസ്സിന് സമാധാനം നൽകുന്ന ഡ്യൂട്ടി കൂടെ ആരുടേതാണ്? ഡോക്ടർമാരുടേതാണ്. നാട്ടിലൊക്കെ അങ്ങനെ ഉമ്മാരുണ്ടാവും, വല്യന്മാരൊക്കെ. അവർക്ക് സ്ഥിരം ഒരു ഡോക്ടർ, ആ ഡോക്ടറെ കണ്ട അവരെ പനി മാറും, അവരെ വയറുവേദന മാറും, അവരുടെ അസുഖം മാറും. ആ ഡോക്ടറെ അടുത്തേക്ക് പോയില്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇന്ന ആ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാൽ പോരായിരുന്നോ, ആ ഡോക്ടറല്ലേ എന്നെ ചികിത്സിക്കാറ്. മരുന്ന് പോലും കഴിക്കേണ്ടി വരില്ല, കണ്ടാൽ തന്നെ സമാധാനമാവും. സുബ്ഹാനല്ലാഹ്. ശിഫ നൽകുന്നത് അല്ലാഹുവാണ്. മനുഷ്യരുടെ മനസ്സിന് ആശ്വാസം നൽകാൻ ഡോക്ടർമാരെ കൊണ്ട് കഴിയും. ചോദിക്കും, ഡോക്ടറെ എൻ്റെ അസുഖം മാറൂലേ? ഡോക്ടർ പറയും, മാറും ഇൻഷാ അല്ലാഹ്. നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, പത്തേക്ക് കൊണ്ടടക്കുന്നുണ്ടല്ലോ, മാറും. ആശ്വസിപ്പിക്കാനേ കഴിയൂ. തീർത്തു പറയാൻ കഴിയുമോ മാറുമെന്ന്? പറ്റില്ല. അവർ മാറില്ല എന്ന് പറഞ്ഞ, രോഗം ശിഫയാകാൻ ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ എത്രയോ അസുഖങ്ങൾ മാറിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ ഇടപെടുന്നത് മരുന്നല്ല,
മരുന്നിലൂടെ അള്ളാഹുവിൻ്റെ ഇലാഹിയായ ഇടപെടലാണ് നടക്കുന്നത് എന്ന് മനുഷ്യന് അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. ഹത്താ യഅ്തിയഹും ശിഫാഇ ഔ ഖളാഇ. അള്ളാഹുവിൻ്റെ ഖളാ അവിടെ സംഭവിക്കാനാണ് റബ്ബിൻ്റെ തീരുമാനമെങ്കിൽ ഒന്നും ചെയ്തിട്ട് കാര്യമുണ്ടാവില്ല. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം സീനാ മരുഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവർക്ക് അതിശക്തമായ വയറുവേദന സംഭവിച്ചു. ഇൻതാബഹു അലമുൻ ഷദീദുൻ ഫീ ബത്നി വഹുവ ഫീ സുഹറാഇ സൈനാ ഫശകാ ഇലല്ലാഹ്. അല്ലാഹുവേ, വയറുവേദന ഉണ്ട് റബ്ബേ. അന്ന് ഫാർമസിയിൽ ആശുപത്രിയിലെ ഡോക്ടർ വന്നു മഹാനായ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹു ജല്ല ജലാലുവിനോട്, യാ അല്ലാഹ്, എനിക്ക് ശിഫ വേണം, അല്ലാഹുവേ ശിഫ വേണം. ഫദല്ലഹുല്ലാഹു അലാ ഉഷ്ബിൻ ഫീ മകാനി ബിസ്സുഹറാ. അങ്ങനെ മരുഭൂമിയിൽ എവിടെയോ കിടക്കുന്ന ഒരു പച്ചമരുന്ന്, ഒരു ചെടി മൂസ നബി അലൈഹിസ്സലാമിനോട് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഫദഹബ ഇലൈഹി മൂസ ഫഅകല മിൻഹു ഫശുഫിയ ലിസാഅതി. ആ സമയം തന്നെ രോഗത്തിന് ശിഫ വന്നു, വയറുവേദന അങ്ങ് മാറുകയും ചെയ്തു. ഫഹമിദല്ലാഹ വൻസറഫ്. അൽഹംദുലില്ലാഹ്, സമാധാനത്തോടെ തിരിച്ചു പോന്നു. ثم عابده المرض بعد حين. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ അസുഖം തിരിച്ചു വന്നു. ഭയങ്കരമായ വയറുവേദന, കലശലായ വയറുവേദന. അങ്ങനെ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം فتناول ذاك العشب فلم يذهب مرضه. ആ പച്ചമരുന്ന് പോയി കഴിച്ചു, രോഗം മാറിയില്ല. فكلم الله تعالى في هذا. അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ, എനിക്ക് മുമ്പ് ഇതേ അസുഖം വന്നപ്പോൾ നീ പറഞ്ഞെന്ന മരുന്ന് ഞാൻ കഴിച്ചു, എനിക്കപ്പം മാറി. ആ അസുഖം തിരിച്ചു വന്നിട്ടും ഞാൻ കഴിച്ചു, എനിക്ക് മാറിയില്ലല്ലോ. ലഖദ് തനാവൽതൽ ഉശ്ബ ഫിൽ മർറത്തിൽ ഊലാ മിന്നി ഫശുഫീത്. മൂസ നബിയെ, ആദ്യമായി നിങ്ങൾക്ക് വയറുവേദന വന്നപ്പോൾ ആ മരുന്ന് നിങ്ങൾ കഴിച്ചത് ഞാൻ നിർദ്ദേശിച്ചതനുസരിച്ചിട്ടാണ്, അപ്പോൾ നിങ്ങൾക്ക് മാറിയിട്ടുണ്ട്. വഫിൽ മർറത്തി ത്സാനിയ തനാവൽതഹു മിൻ നഫ്സിക് ഫലം തദ്ഉനി ഫലം യദ്ഹബ് മറദുക്. രണ്ടാമത്തെ അസുഖം വന്നപ്പോൾ ആ പഴയ പ്രിസ്ക്രിപ്ഷൻ അവിടെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങ് എടുത്ത് കുടിച്ചു, എന്നോട് നിങ്ങൾ ചോദിച്ചില്ലല്ലോ, അതുകൊണ്ട് രോഗം മാറിയില്ല എന്ന് പറഞ്ഞു. അലാ തഅലമു യാ മൂസ, മൂസ നബിയെ നിങ്ങൾക്കറിയൂലേ, അന്ന ദുന്യ കുല്ലുഹാ സുമ്മുൻ ഖാതിൽ, ഈ ലോകം മുഴുവനും നിങ്ങളെ കൊന്നുകളയുന്ന വിഷമാണ്. വത്രിയാഖുഹാ ഇസ്മി, എൻ്റെ നാമമാണ് ഇവിടെ നിങ്ങൾക്ക് മരുന്നായിട്ടുള്ളത്, ബാക്കിയൊക്കെ വിഷമാണെന്ന് നിങ്ങൾക്കറിയൂലേ എന്ന് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത് അഥർവ്വിൽ കാണാൻ കഴിയും. ചില പ്രിസ്ക്രിപ്ഷൻ അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ ചില മഹാന്മാരായ ആളുകൾ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും റുഖിയ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ റുഖിയ ചെയ്തു, ഒറ്റയ്ക്ക് ചെയ്തു, ചിലപ്പോൾ റിസൾട്ട് കിട്ടൂല. ഒരു മഹാനായൊരു മനുഷ്യൻ, ഒരു ആബിദായ മുത്തഖിയായൊരു മനുഷ്യൻ, നിങ്ങൾ എന്നെ ചൊല്ലിക്കോ, അതെന്നെ ഞാൻ ചൊല്ലിയിട്ടുണ്ട്, എന്നാലും ചൊല്ലിക്കോ, ആ ഇജാസിയത്ത് കൊണ്ട് ചൊല്ലുമ്പോൾ അതിന് മാറ്റം ഉണ്ടാവും. ഇത് മുജറബാണ്, ഇത് ലോകത്ത് അനുഭവിക്കാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു ചില ഖാനൂനുകൾ ലോകത്ത് ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചില ദിക്റുകൾ നമ്മൾ ചൊല്ലുന്നു, ഇജാസത്തോടുകൂടെ ദിക്റ് ചൊല്ലുന്നു, രണ്ടും അതിൻ്റെ പവറിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ചൊല്ലിയത് തന്നെയാണ് ഷെയ്ഖ് തന്നിട്ടുണ്ടാവുക, പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ചൊല്ലിയപ്പോൾ കിട്ടാത്ത ഒരു ആനന്ദവും ആസ്വാദനവും ഒരു അത്ഭുതവും അത് നേരിട്ട് തലക്കി ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് പോലെയല്ല. സുബ്ഹാനല്ലാഹ്, രണ്ട് വ്യത്യാസമാണ്. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിനോട് റബ്ബ് തആല കൊടുത്ത ഈ ഒരു മറുപടി ഈ ആശയമാണ് പഠിപ്പിക്കുന്നത്. മൂസ നബിയെ, നിങ്ങളതെടുത്ത് കുടിച്ചല്ലേ, മരുന്നായിരുന്നു അത്, പക്ഷേ എൻ്റെ നാമം കൊണ്ട് എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾ കുടിക്കണമായിരുന്നു, എങ്കിൽ നിങ്ങൾക്ക് ശിഫ കിട്ടിയേനെ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. കുന്തു ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജാഅത്തിൽ അഅറാബ് ഫസഅലൂഹു. മഹാനായ ഉസാമത്ത് ഇബ്നു ശരീഖ് റളിയല്ലാഹു അൻഹു അനുഭവം പറയാണ്, സ്വഹാബിയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ അരികത്ത് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഫജാഅത്തിൽ അഅറാബ്, അറാബികളായ ആളുകൾ വന്നു. അറാബികളെന്ന് പറഞ്ഞാൽ
മലയോരങ്ങളിൽ താമസിക്കുന്ന അത്രയ്ക്ക് വിവരവും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത സാധുക്കളായ പാവങ്ങളായ ആളുകളാണ്. ഇച്ചിരി കടുത്ത സ്വഭാവമൊക്കെ അവർ കാണിച്ചു എന്ന് വരും. അവരുടെ പ്രകൃതം അങ്ങനെയാണ്. മാ ഖൈറു മാ ഉഅ്തിയന്നാസ്. ചോദ്യം വളരെ മനോഹരമായ അറാബികളുടെ ചോദ്യം അത് കേട്ടിരിക്കാൻ സ്വഹാബികൾ ആഗ്രഹിക്കുമായിരുന്നു. സ്വഹാബികൾ പറയുമായിരുന്നു, നമുക്ക് തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണമെന്ന ആഗ്രഹമുള്ള പല വിഷയങ്ങളും ഞങ്ങൾക്ക് ചോദിക്കാനൊരു മടിയും ഞങ്ങൾക്കൊരു വിഷമമൊക്കെ തോന്നും. പക്ഷെ അറാബികൾ വന്ന് അങ്ങ് ചോദിക്കൊരു ചോദ്യം, അവർക്ക് മടിയില്ല, ഹയാ ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സംശയം തീരുമായിരുന്നു. അങ്ങനെ വല്ല അറാബികളും വന്ന് വല്ലതും ചോദിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കാറുണ്ടായിരുന്നു എന്ന് പോലും സ്വഹാബിമാർ പറയാറുണ്ട്. റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. മാ ഖൈറു മാ ഉഅ്തിയന്നാസ്. അള്ളാഹുവിൻ്റെ റസൂലെ, ലോകത്ത് മനുഷ്യന്മാർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ കിട്ടും. ഈ നല്ല കാര്യങ്ങളിൽ ഏറ്റവും നല്ലതേതാണ്? മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ നല്ല കാര്യം ഏതാണ്? അവന് വാഹനമോ വീടോ മക്കളോ കുടുംബമോ ഭാര്യയോ എന്താണ് ഒരു മനുഷ്യൻ ലഭിക്കുന്ന ഖൈറ് എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ നബി തങ്ങൾ കൊടുത്ത മറുപടി ഹുസ്നു ഖുലുഖിൻ, നല്ല സ്വഭാവമാണ് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സ്വഭാവം, ഗുഡ് മാനേഴ്സ്, ഒരു മനുഷ്യൻ്റെ ഗുഡ് ക്യാരക്ടർ, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം. നല്ല പെരുമാറ്റം എന്ന് പറയുന്നത് എപ്പോഴും ദേഷ്യം കൺട്രോൾ ചെയ്യലാണ്. ദേഷ്യം കൺട്രോൾ ചെയ്യലാണ് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ വലിയൊരു അടയാളം. അതാണ് ദേഷ്യപ്പെടുമ്പോൾ കൺട്രോൾ ചെയ്യുക. ലൈസ ശദീദു ബിസ്സുർഅ, ഒരിക്കലും മൽപ്പിടുത്തം നടത്തി മറ്റൊരാളെ താഴെ എറിയാൻ കഴിയുന്നവനല്ല ഏറ്റവും നല്ല ശക്തിമാൻ. വലാകിന്നല്ലദീ യക്ളിമു ഗൈളഹ്, പക്ഷേ ദേഷ്യം കടിച്ചിറക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ ശക്തമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല മസിലൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ദേഷ്യം വന്ന ആൾ പൊട്ടിത്തെറിക്കും. ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടും വേണം, അല്ലാതെ സില്ലി കാര്യങ്ങൾക്കൊക്കെ ദേഷ്യം പിടിക്കും, പക്ഷേ ആ ദേഷ്യം കടിച്ചിറക്കണം. ഹുസ്നു ഖുലുഖിൻ, സൽസ്വഭാവമാണ് ഒരു മനുഷ്യൻ ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. അതില്ലാതെ എന്തുണ്ടായിട്ടെന്താ ആലോചിക്കുക അല്ലേ? എല്ലാം ഉണ്ട്, മര്യാദയ്ക്ക് മനുഷ്യനോട് പെരുമാറാൻ അറിയില്ല, വല്ല കാര്യമുണ്ടോ? ഇല്ല. അറാബിയുടെ ചോദ്യം നോക്കണം, വല്ലാത്ത രസമുള്ള ചോദ്യം. മാ ഖൈറു മാ ഉഅ്തിയന്നാസ്, ഹബീബായ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യന് നൽകപ്പെടുന്ന ഏറ്റവും നല്ല സംഗതി എന്താണ്? കുറേ ഡിഗ്രിയും സർട്ടിഫിക്കറ്റൊക്കെയാണോ? നല്ല ഡിഗ്രി സർട്ടിഫിക്കറ്റും PhD BBA MBA ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു ജോബ് എൻവയോൺമെൻറ്റിൽ മര്യാദക്ക് തൻ്റെ കൊളീഗ്സിനോട് പെരുമാറാൻ അറിയില്ല, ഒരു റെസ്പെക്റ്റ്ഫുൾ വേർഡ്സിൽ ഒരു ഇമെയിൽ അയക്കാൻ അറിയില്ല, ഒരു പ്രൊവോക്കേറ്റീവ് ചെയ്യുന്ന ഒരു ഇമെയിലിന് സമാധാനത്തിൽ റിപ്ലൈ ചെയ്യാൻ അറിയില്ല, ഒരു മീറ്റിംഗ് കൂടി കഴിഞ്ഞാൽ ദേഷ്യപ്പെടാതെ അവിടെ നിന്ന് പോകാൻ കഴിയില്ല. ഇങ്ങനത്തെയൊക്കെ മനുഷ്യൻ എന്ത് ക്വാളിഫിക്കേഷൻ ആയിട്ട് എന്താ കാര്യം? ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സംഭവം ഹുസ്നു ഖുലുഖിൻ, സൽസ്വഭാവമാണ്. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സ്വഭാവങ്ങളിൽ ഏറ്റവും ഉന്നതമായ സ്വഭാവങ്ങളെ കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. തങ്ങളുടെ മിഷൻ എന്ന് പറയുന്നത് സ്വഭാവം പഠിപ്പിക്കാനല്ല. ഇന്നമാ ബുഇസ്തു, ഐ ഹാവ് ബീൻ സെൻറ്റ്, ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്തിനാ? ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ടു പെർഫെക്റ്റ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ബിഹേവിയർ. മനുഷ്യൻ്റെ ഏറ്റവും ഉന്നതമായ സ്വഭാവത്തെ പെർഫെക്റ്റ് ആക്കുക. ഉന്നത സ്വഭാവം ഉണ്ടവിടെ, അതിനെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോകുക. അതിനാ പ്രവാചകരുടെ നേതാവും സയ്യിദുമായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയൊരു വിഷയമാണ്. നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ വ്യക്തിജീവിതത്തിലും സൗഹൃദത്തിലും ജനങ്ങൾക്കിടയിലും പൊതുജീവിതത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ അത് വേണം, അല്ലെങ്കിൽ ഒരു മനുഷ്യന് വിജയിക്കാൻ കഴിയില്ല. ഹുസ്നു ഖുലുഖിൻ, ഖുലുഖുൻ ഹസൻ. പിന്നെ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് അനതദാവ, ഹബീബായ നബിയെ, ഞങ്ങൾക്ക് അസുഖം വന്നാൽ മരുന്ന് കുടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മരുന്ന് കുടിക്കേണ്ടതുണ്ടോ? അവർ ചോദിച്ചു. മാഷാ അല്ലാ, നമ്മളെ കുനി ഇബ്രാഹിം ഹാജി ഇവിടെ ഉണ്ട്, ഞങ്ങൾ മുമ്പാഴ്ചയെന്നാണ് വിളിക്കുക. മാഷാ അല്ലാ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമ്മുടെ എല്ലാ വിഷയങ്ങളിലും സമസ്തയുടെ നമ്മുടെ ദീനിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മുമ്പിട്ടിറങ്ങി സഹായിക്കുന്ന ആളാണ്. അള്ളാഹു കച്ചവടത്തിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, മക്കളിലും കുടുംബത്തിലും ഒക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുടുംബത്തിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ്.
അനതദാവ, ഹബീബായ നബിയെ ഞങ്ങൾ മരുന്ന് കഴിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. നഅം ഇബാദല്ലാഹ് തദാവൂ, അതെ അതെ അള്ളാഹുവിൻ്റെ പടപ്പുകളെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ, നിങ്ങൾ മരുന്ന് കഴിക്കണം. ഒരു ആലിം അങ്ങനെ പറയാം, മന്ത്രിച്ചൂതി കൊടുക്കും, റുഖിയ ചെയ്യും, ദുആ ചെയ്തു കൊടുക്കും, മരുന്ന് പോയി കഴിച്ചോ എന്ന് പറയും. മരുന്ന് കഴിക്കരുത് എന്ന് പറയുന്നത് ഇൽമില്ലാതിരിക്കുമ്പോഴാണ് അങ്ങനെ പറയാൻ പാടില്ല. അത് ഹദീസിനെതിരാണ്, സുന്നത്തിനെതിരാണത്. മഹാനായ സയ്യിദ് കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങളവറുകൾ, അന്ന് നമുക്ക് അലിത്തങ്ങൾ വന്നു, ഒരു ജ്യേഷ്ഠനാണത്. മഹാനവറുകൾ ദുആ ചെയ്തു കൊടുത്തിട്ട് ഇന്ന ഡോക്ടറെ ഇന്ന ഹോസ്പിറ്റലിൽ പോയി കാണാമെന്ന് പറയും. അല്ലെങ്കിൽ അതിന് ഓപ്പറേഷൻ വേണ്ടി വരും, അത് ഇന്ന ഡോക്ടറെ പോയി കാണണം, അപ്പോയിൻമെൻറ്റ് ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറയും. അങ്ങനെ തങ്ങൾ റുഖിയ ചെയ്യും, ഖുർആൻ ഓതാൻ വേണ്ടി കൊടുക്കും, ഡോക്ടറെ പേരും പറഞ്ഞു കൊടുക്കും, ഇന്ന ഡോക്ടറെ പോയി കാണുമെന്ന് പറയും. അതിൽ എക്സ്പേർട്ടിന് ഏറ്റവും നല്ല ഡോക്ടറെ പറഞ്ഞു കൊടുക്കും. അതാണ് ഇൽമ്. അത് അറിവുള്ളവർക്കേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാത്തൊരു ഞാൻ ഊതിയ പിന്നെ അത് മതിന് വേറൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. തദാവോ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ മരുന്ന് കുടിക്കണം. ആര് പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നല്ലാഹ ലം യളഅ ഫിൽ അർളി ദാഅൻ ഇല്ലാ വളഅ ലഹു ശിഫാ. അല്ലാഹു തആല ഏതൊരു രോഗത്തിനും ശിഫ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് രോഗത്തിനും മരുന്ന് വെച്ചിട്ടുണ്ട്. ഗൈറ ദാഇൻ വാഹിദ്, ഒരേ ഒരു അസുഖത്തിനൊഴികെ ബാക്കി എല്ലാറ്റിനും മരുന്നുണ്ട്. അവർ ചോദിച്ചു, നബിയെ ആ മരുന്നില്ലാത്ത അസുഖം ഏതാണ്? ഖാല അൽ ഹറം, അത് വാർദ്ധക്യമാണ്. മനുഷ്യന് ആയുസ് കൂടുമ്പോൾ വയസ്സാവും, അതിന് മരുന്നൊന്നുമില്ല. മനുഷ്യൻ ദുർബലനാവും. പിന്നെ മനുഷ്യൻ്റെ ചുക്കും ചുളിയൊന്നും അറിയാതിരിക്കാൻ കുറേ ഇഞ്ചക്ട് ചെയ്തിട്ടാണ് നടക്കുക. നടന്മാരൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെ 70-75 വയസ്സായിട്ടും അങ്ങനെ ചെറു ഇഞ്ചക്ഷനാണ്, തൊലികൾക്കുള്ളിൽ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ആ ചുളിവൊക്കെ പോയിട്ട് നിൽക്കും. അത് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും 3 മാസം കഴിഞ്ഞാൽ വീണ്ടും ഇഞ്ചക്ട് ചെയ്യണം. പക്ഷേ മനുഷ്യൻ്റെ ദൗർബല്യവും ദുർബലതയും എല്ലുകൾക്കും ശരീരത്തിനുമുണ്ട്, അത് മറച്ചു വെക്കാൻ കഴിയില്ല. പുറമേക്ക് ഇങ്ങനെ ഒരു ഗ്ലാമറസായി കാണുന്നു മാത്രം, പക്ഷേ ഉള്ള് വാർദ്ധക്യത്തിലാണ്. അതിനൊരിക്കലും മരുന്നില്ല. അതല്ലാത്ത എല്ലാറ്റിനും മരുന്നുണ്ട്. ചില ഹദീത്തിൽ ഇല്ലസാം, മരണത്തിനൊഴികെ. വാർദ്ധക്യത്തിൻ്റെ എൻഡ് മരണമാണ്, മരണത്തിലേക്കുള്ള പ്രിപ്പറേഷനാണ് മരണം, വാർദ്ധക്യമെന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യന് ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കണമെന്ന് ആഗ്രഹം വരും. നല്ല പറയും, നിനക്ക് കുട്ടിയുണ്ടല്ലോ, നിൻ്റെ മകൻ നിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം നീ പോയാലും അതവിടെ ഉണ്ടാവും, അതുകൊണ്ട് നീ ബാക്കിയാവുന്ന പോലെ തന്നെ പേടിക്കണ്ട, നിൻ്റെ മക്കളോട് ഉണ്ടാവും. ഗൈറ ദാഇൻ വാഹിദ് തദാവൂ യാ ഇബാദല്ലാഹ്. സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബിനോട് അബൂ ഖുസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത റുഖിയ നസ്തർഖീഹാ വദവാഉൻ നതദാവാ ബിഹി വതുഖാതുൻ നത്തഖീഹാ. ഹബീബായ നബിയെ, ഞങ്ങൾക്ക് മരുന്ന് പറഞ്ഞു തരണം, ഞങ്ങൾക്ക് മരുന്ന് പറഞ്ഞു തരണം. ഞങ്ങൾ റുഖിയ ചെയ്യുന്നുണ്ട് നബിയെ, റുഖിയ മരുന്ന് കുടിക്കുന്നുണ്ട് നബിയെ, പിന്നെ രോഗം വരാതിരിക്കാൻ വേണ്ടി പ്രതിരോധം ചെയ്യുന്നുണ്ട് നബിയെ. ഹൽ യറുദ്ദു മിൻ ഖദറില്ലാഹി ഷൈആ, അള്ളാഹുവിൻ്റെ ഖദറിൽ നിന്ന് തടയാൻ അതിന് കഴിയുമോ എന്ന് പറഞ്ഞാൽ, രോഗം വരുമായിരുന്നു, നമ്മൾ മരുന്ന് കുടിച്ചുകൊണ്ട് വന്നില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു കണക്കാക്കിയിരുന്ന രോഗമെന്ന ഖലാഇനെ നമ്മുടെ മരുന്ന് കൊണ്ട് ഇല്ലാതാക്കുകയാണോ അവിടെ ചെയ്തത്? അള്ളാഹുവിൻ്റെ ഖലാഇനെ തട്ടിമാറ്റാൻ കഴിയുന്നതാണോ മരുന്ന്, നമ്മുടെ പ്രിവെൻഷൻ എന്നാണ് ചോദ്യം. തുഖാത്തുൻ നത്തഖീഹ, തുഖാത്തുൻ പ്രിവെൻഷൻ. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി ഫാറ്റി ഫുഡൊന്നും കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഓയിലി ഫുഡ് കഴിക്കുന്നില്ല, ഫ്രൈ ചെയ്ത് കഴിക്കുന്നില്ല. എന്തേ? ആർട്ടർ ബ്ലോക്ക് വരും, കൊളസ്ട്രോൾ വരും. അതൊരു പ്രതിരോധമാണ്, പ്രിവെൻഷനാണ്. അപ്പോൾ അറ്റാക്ക് വരണമെന്നായിരുന്നു ഖലാ. നമ്മൾ ഇങ്ങനെ എക്സസൈസും ഇതൊക്കെ ചെയ്തപ്പോൾ, ഭക്ഷണമൊക്കെ ക്രമീകരിച്ചപ്പോൾ ആ ഖലാഇനെ തടുത്തതാണോ? അതാണ് ചോദ്യം. തങ്ങൾ പറഞ്ഞു, ഹിയ മിൻ ഖദരില്ലാ, നിങ്ങളാ മരുന്ന് കുടിച്ചത് അള്ളാഹിൻ്റെ ഖദറാണ്. നിങ്ങൾ മരുന്ന് കുടിച്ചത് അള്ളാഹിൻ്റെ ഖദറാണ്. ഏതുപോലെ? ഒരു ചെറുപ്പക്കാരൻ വെറുതെ, നമ്മൾ മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എൻ്റെ മരണം എപ്പോഴാണെന്ന് എനിക്കറിയാം, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ 2024 ജൂൺ 26
ഞാൻ മരിക്കും, ഞാനും പഠിച്ചവനെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ വാദിച്ചു പറയാണ്. ഉദാഹരണം പറയാം, അവൻ പോയിട്ട് ട്രെയിനിൻ്റെ മുമ്പിലേക്ക് ചാടെ എന്തെങ്കിലും ചെയ്തു. അപ്പോൾ എല്ലാവരും ഷാബാഷ്, കണ്ടില്ലേ അവൻ പറഞ്ഞ ഡേറ്റിന് കറക്റ്റ് അവൻ മരിച്ചല്ലോ. അപ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഖളാ എന്താണ്? ഇതന്നെ 26ാമത്തെ വയസ്സിൽ 2024 ജനുവരി 26 അവൻ ഇങ്ങനെ ഡയലോഗ് പറയും, അവൻ പോയിട്ട് ചാടും. അങ്ങനെ തന്നെ അവൻ്റെ അവസാനം അങ്ങനെയായിരിക്കും. ഇതാണ് അള്ളാഹിൻ്റെ ഖളാ. ആ ഖളാ ആണ് അവിടെ സംഭവിക്കുന്നത് എന്നല്ലാതെ അള്ളാഹു മുൻനിശ്ചയിച്ചൊരു ഖളാഇനെ ഇവൻ തിരുത്തിയതല്ല. അവൻ്റെ ഖളാ ആണ് സംഭവിച്ചത്. എന്നതുപോലെ മരുന്ന് കുടിക്കലും അള്ളാഹുവിൻ്റെ ഖളാ ആണ്. രോഗം നൽകുന്നത് അള്ളാഹുവാണ്. രോഗം മനുഷ്യന് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വലിയൊരു മാർഗമാണ്. ഇബാദത്ത് കൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ പറ്റാത്ത ആളുകളെ അള്ളാഹു റബ്ബിലേക്ക് പുഷ് ചെയ്യുന്നത് അസുഖത്തിലൂടെയാണ്. തള്ളി തള്ളി കൊണ്ടുപോവുകയാണ്. നീ രക്ഷപ്പെടുക, കരയിലേക്ക് വാ, നീ മുങ്ങിത്താഴാണ്. അതുകൊണ്ട് കരയിലേക്ക് തള്ളിക്കൊണ്ടുവരുന്നത് അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളാണ്. മുഅ്മിനീങ്ങൾ പരലോകത്ത് വെച്ച് പറയുന്നതാണ്, അസുഖമെന്ന ആൾക്കാർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലങ്ങൾ ഇങ്ങനെ വായിച്ചു കേൾക്കുമ്പോൾ നമ്മളിലങ്ങനെ അവാർഡ് സെറിമണിയൊക്കെ നടക്കുമ്പോഴേ പഠിച്ചോനെ അതിപ്പോൾ എൻ്റെ മോനായിരുന്നെങ്കിൽ, അതിപ്പോൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ കുട്ടിക്കായിരുന്നെങ്കിൽ എന്ന് മനുഷ്യങ്ങനെ ആലോചിക്കും. കൊതി വരൂലേ? ഹിയ മിൻ ഖദരില്ലാ. അള്ളാഹുവിൻ്റെ ഖളാ ആണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു അസുഖം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി മനുഷ്യനെ പരീക്ഷിക്കുന്നത് അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കുകയാണ്. ഒരു അവാർഡോ കാര്യമോ കാണും, പടച്ചവനെ എനിക്കതുപോലെ കിട്ടിയിരുന്നെങ്കിൽ, ആ കുട്ടി കഷ്ടപ്പെട്ട് ഉറക്കൊഴിച്ച് പഠിച്ചതാണ്. അപ്പോൾ പറയും, റബ്ബേ എന്നാൽ എനിക്കും അങ്ങനെയൊക്കെ ഒന്ന് ഉറക്കൊഴിച്ച് പഠിച്ചേക്കാമായിരുന്നു, സാധിച്ചില്ലല്ലോ. പരലോകത്ത് അള്ളാഹു ഇങ്ങനെ കൂലി ഇങ്ങനെ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഇഞ്ചക്ഷന്, ആ വയറുവേദന വന്നതിന്, കാലിൻ്റെ മുട്ടിന് വേദന വന്നതിന്, തലവേദന വന്നില്ലേ, കലശലായ തലവേദന അതിന്, പുറം വേദന വന്നില്ലേ അതിന്, കിടന്നപ്പോൾ മസിൽ കയറി എണീക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടിയില്ലേ, പ്രസവം അടുത്തിരിക്കുന്ന സമയത്ത് കാലൊക്കെ ഞരമ്പുകളൊക്കെ പുറത്തു വന്ന് വലിയ വിഷമത്തിലായിരുന്നില്ലേ, അതിനിത്ര. ഇങ്ങനെ അല്ലാഹു കൂലിങ്ങനെ കൊടുക്കുമ്പോഴേ മുഅ്മിനീങ്ങൾ പറയുമത്രേ, പടച്ചവനെ ഞങ്ങളുടെ തൊലി മുഴുവൻ മൂർച്ചയേറിയ ഇരുമ്പിൻ്റെ നഖങ്ങളാൽ അങ്ങ് പിച്ചു ചിന്തിക്കൂടായിരുന്നോ റബ്ബേ, എന്നാൽ ഞങ്ങൾക്ക് ഇവിടെ അതിൻ്റെയൊക്കെ പ്രതിഫലം കിട്ടുമായിരുന്നല്ലോ. മുഅ്മിനീങ്ങൾ കൊതിച്ചു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിലേക്ക് അടുക്കുകയാണ്, റബ്ബിലേക്കുള്ള അടുപ്പം. അതൊരിക്കലും ഒരു ബലാ ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് അമ്പിയാക്കന്മാർക്ക് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി ബാധിച്ചിട്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കയ്യിൽ പൊന്നാര നബിയെ ഇന്നക ലതുഅകു കമാ യുഅകു റജുലാനി മിന്നാ, ഞങ്ങളിലെ രണ്ടാൾക്ക് പനിക്കുന്ന പോലെ നബി അങ്ങേക്ക് പനിയുണ്ടല്ലോ. അപ്പോൾ എന്തായിരിക്കും ആ ടെമ്പറേച്ചർ? ഞങ്ങളിൽ രണ്ടാൾക്ക് പനിക്കുന്ന പോലെ അങ്ങേക്ക് പനിയുണ്ടല്ലോ. ഖാല നഅം, അതെ, എനിക്കല്ലാഹു രണ്ടാളിൻ്റെ പ്രതിഫലം നൽകാൻ വേണ്ടി എനിക്ക് വരുന്ന പനി അങ്ങനെയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് അടുപ്പിക്കുകയാണ്. ഹത്താ യംശി അലൽ അർള് വലൈസ അലൈഹി ഖതീഅ. ചില ആളുകൾ ഭൂമിയിലൂടെ വലാ യസാലുൽ ബലാഉൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന് പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഹത്താ യംശി അലൽ അർള് വലൈസ അലൈഹി ഖതീഅ. ആ മനുഷ്യൻ്റെ ദേഹത്ത് ഒരു തെറ്റുപോലും ഉണ്ടാവില്ല, എല്ലാം പോയിട്ടുണ്ടാവും, എല്ലാം അല്ലാഹു കഴുകിക്കളഞ്ഞിട്ടുണ്ടാവും, അസുഖങ്ങളും ബുദ്ധിമുട്ടും പ്രയാസമായിട്ട്. അങ്ങനെ റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗമാണത്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഇസ്തിഖറാർ മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്. ആരോഗ്യവും മനുഷ്യൻ്റെ റിസ്ഖും, ഇത് രണ്ടും മനുഷ്യന് നഷ്ടപ്പെടാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന രണ്ട് സാധനങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് രോഗം വന്നാൽ മരുന്ന് കഴിക്കണം. സ്വഹാബിമാർ ഹബീബായ തങ്ങളോട് വന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചില റിവായത്തുകളിലൊക്കെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അച്ഛാ ഇബ്നു റബാഹ് തങ്ങൾ ചൂണ്ടിട്ട് കാണിച്ചു കൊടുക്കുന്നു, അച്ഛാ എന്നവരെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു പെണ്ണിനെ കാണുന്ന ആഗ്രഹമുണ്ടോ? സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണോ? പൊണ്ണു നബി അങ്ങനെ പറഞ്ഞോ? അതെ അതെ അതെ, എനിക്കറിയാം ഒരു മഹദിയുണ്ട് അങ്ങനെ.
ഞാൻ കാണിച്ചു തരേണ്ടതെന്ന് പറഞ്ഞു. ഹാദിഹിൽ മർഅത്തു സൗദ, ഈ കാണുന്ന ഈ കറുത്ത പെണ്ണാണ് എന്ന് നബി തങ്ങളുടെ ഒരു സ്വഹാബിയത്തിനെ കുറിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അത് റേസിസ്റ്റ് ആയതുകൊണ്ടല്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത. ഹാദിഹിൽ മർഅത്തു സൗദ ഖാനത്ത് തുസ്റ, അപസ്മാര രോഗമുണ്ടായിട്ട് ആ പെണ്ണ് താഴെ വീഴുമായിരുന്നു. ഹദീസ് കേട്ടിട്ടുണ്ടാവും. വതൻകശിഫു ഔറതുഹാ, അങ്ങനെ അങ്ങാടിയിലും മാർക്കറ്റിലും നടക്കുന്നിടത്തൊക്കെ വീണുപോയാൽ ഒരു പെണ്ണല്ലേ, ഔറത്ത് വെളിവാകും. അന്നൊന്നും ഇന്നത്തെ പോലെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള വസ്ത്രങ്ങളൊന്നും ഉണ്ടാവില്ല, തുണി ചുറ്റലാണ്. അപ്പോൾ കൈകാലുകൾ കൈയിട്ടടിക്കുമ്പോൾ കാലിട്ടടിക്കുമ്പോൾ ഡ്രസ്സൊക്കെ നീങ്ങിപ്പോകും. പുന്നാര നബിയോട് ദുആ, ഹബീബായ നബിയെ എനിക്ക് ശിഫ വേണം, അങ്ങ് ദുആയിരക്കണേ, അള്ളാഹുവിനോട് ദുആയിരക്കണേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് ദുആയിരക്കാം, അള്ളാഹു ശിഫ തരും. പക്ഷെ ഒരു ഓപ്ഷനുണ്ട്, ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ട്. തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ വലക്കിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം അള്ളാഹു തരും. അത് ചില ആളുകൾക്ക് നബി ഞങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തങ്ങൾ ദുആ ചെയ്തു കൊടുക്കും. അപ്പോൾ ആ മഹദി പറഞ്ഞ നബിയെ ഞാൻ ക്ഷമിച്ചോളാം, പക്ഷെ എനിക്കൊറ്റ ഡിമാൻഡ്, എൻ്റെ ഔറത്ത് വെളിവാകാൻ പാടില്ല. മനുഷ്യന്മാരുടെ ഇടയിൽ വന്നിട്ട് അങ്ങനെ ബോധം കെട്ട് വീണ് കിടക്കുമ്പോൾ എൻ്റെ ഔറത്ത് കണ്ടുപോകുന്ന അവസ്ഥ വരരുത് നബിയെ, അതിന് ദുആയിരക്കണം. അങ്ങനെ ഈ മഹദി മരിക്കുന്നവരെ അത് മാറിയിട്ടില്ല. പക്ഷെ എപ്പോൾ ബോധം കെട്ട് വീണാലും ഔറത്ത് വെളിവാവില്ല, അത് അല്ലാഹു മറച്ചു കൊടുക്കും. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ദാ സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണാണത് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. താബിഈയായ അതാ തങ്ങൾക്ക് അങ്ങനെയുണ്ട്. അത് അള്ളാഹു രോഗം തരുന്നതും അള്ളാഹു ഷാഫിയാണ്, പടച്ചവൻ തന്നെയാണ് രോഗം തരുന്നത്. സയ്യിദുനാ ഇബ്രാഹിം ഇസ്ലാം ഇദാ മരിൽതു, എനിക്ക് രോഗം വന്നാൽ ഫഹുവ യശ്ഫീൻ, അള്ളാഹുവാണ് ശിഫ തരുന്നത്. അള്ളാഹുവിനോട് തഅദ്ദുബൻ മഅ അല്ലാഹ്, അള്ളാഹുവിനോട് കാണിച്ച അദബാണത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? പറയേണ്ടത് എങ്ങനെയാണ് അവിടെ? എന്നെ രോഗിയാക്കിയാൽ എൻ്റെ റബ്ബ് തന്നെയാണ് എനിക്ക് രോഗം മാറ്റിത്തരുന്നത്. കാരണം രോഗം തരുന്നത് അള്ളാഹുവാണ്. പക്ഷേ എന്നെ രോഗിയാക്കുക എന്നത് അള്ളാഹുലേക്ക് ചേർത്തി പറയുമ്പോൾ അത് അദബ് കേടുണ്ട്. അതുകൊണ്ട് ഞാൻ രോഗിയായാൽ അള്ളാഹുവാണ് ശിഫ തരുന്നത് എന്ന് പറഞ്ഞു. ഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. കണ്ണ് കാണാത്തൊരു സ്വഹാബി തങ്ങളോട് പറഞ്ഞു, നബിയെ എനിക്ക് കണ്ണിൻ്റെ കാഴ്ച കിട്ടണം, ദ്വാരക്കണം. തങ്ങൾ പറഞ്ഞു, ക്ഷമിക്കാൻ പറ്റുമോ? സ്വർഗം കിട്ടുമെന്ന്. നബിയെ എനിക്കെൻ്റെ കാഴ്ച കിട്ടണം, സ്വർഗം കിട്ടാൻ വേറെ പല അമലും ഞാൻ ചെയ്തോളാം, എനിക്ക് കാഴ്ച വേണം നബി. അങ്ങനെ തങ്ങൾ ദുആ പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുൽ ചെയ്ത്, ഹബീബ അല്ലാഹുമ്മ ഇന്നി അതവജ്ജഹു ഇലൈക ബിഹഖ്ഖി നബിയിക് എന്ന് തുടങ്ങുന്ന ഒരു റിവായത്ത്. ഹദീസിനെ സംബന്ധിച്ച് ആലിമീങ്ങൾക്കിടയിൽ ചർച്ചകൾ നടന്നൊരു ഹദീസാണ്. പക്ഷേ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാ അത് സ്വഹീഹാണ്, സാബിത്താണ്, അത് മൗളൂആയ ഹദീസോ ദുർബലമായ ഹദീസോ അല്ല എന്ന പക്ഷക്കാരാണ് വലിയൊരു വിഭാഗം ഹദീസ് പണ്ഡിതന്മാർ. ആ മനുഷ്യൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി. ഇമാം അഹ്മദ് എന്നവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. സ്വഹീഹ് മുസ്നദിൽ വന്ന ഹദീസാണത്. മുസ്നദ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. എനിക്ക് കാഴ്ച വേണം നബിയെ എന്നാൽ ഈ ദുആയിരുന്നോ? തവല്ല, 2 റക്അത്ത് നിസ്കരിക്കുക, ഒളു എടുക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക, ഞാൻ ഈ പറയുന്ന ദുആ ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണിൻ്റെ കാഴ്ച കിട്ടിയ അനുഭവങ്ങളുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ وهدى ورحمة للمؤمنين. يا أيها الناس أليو جننغلي قد جاءتكم موعظة من ربكم. അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കിതാ മൗഇലത്ത് വന്നിരിക്കുന്നു, സാരോപദേശം. ഖുർആൻ സാരോപദേശമാണ്, ഖുർആൻ താക്കീതാണ്, ഖുർആൻ ഉണർത്തലാണ്. വശിഫാഉൻ, നിങ്ങൾക്ക് രോഗത്തിന് ശമനവും ഇതാ വന്നിരിക്കുന്നു. ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലുള്ളതിന് ശിഫ. അപ്പോൾ പറയും മഅനവിയായ അസുഖങ്ങൾക്കുള്ള ശിഫ, അതും ഖുർആനാണ്. ഹിസ്സിയായ അസുഖങ്ങൾക്കുള്ള ശിഫ, അതും ഖുർആൻ തന്നെയാണ്. ശരീരത്തിൻ്റെ അസുഖം, അതും ഖുർആൻ ശിഫയാണ്. മനസ്സിൻ്റെ അസുഖം, അതിനും ശിഫ ഖുർആൻ തന്നെയാണ്.
വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് ഇത് കരുണയാണ്, മുഅ്മിനീങ്ങൾക്ക് ഇത് ഹിദായത്താണ്. അതുകൊണ്ട് ഏതൊന്നിനും ചില പഥ്യങ്ങളുണ്ടാവും. മരുന്ന് കുടിക്കുമ്പോൾ നമ്മൾ ഡോക്ടർ മരുന്ന് തന്നു, ഡോക്ടറെ എൻ്റെ അസുഖം മാറിയിട്ടില്ല, അപ്പോൾ ഇറച്ചി തിന്നീന്നോ? അത് മരുന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? പിന്നെ ഫാറ്റി ഫുഡ് കഴിച്ചിരുന്നോ? ഫുള്ള് ജങ്ക് തന്നെ കഴിച്ചത്. പിന്നെ എങ്ങനെ മരുന്ന് ഭരിക്കുക? വൈറ്റമിൻ ഡി ഗുളികകളുണ്ട്. ഇപ്പോൾ ഗൾഫിലൊക്കെ പ്രവാസികൾക്കൊക്കെ അധികം ഉണ്ടാവുന്ന ഒരു അസുഖമാണത്. എല്ല് ദുർബലമാവുക, വീണാൽ അപ്പോൾ കൈ പൊട്ടുക. വൈറ്റമിൻ ഡി നമ്മൾ സൺലൈറ്റ് കിട്ടുന്നില്ലല്ലോ, സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ടേ വെയിൽ കൊള്ളാത്ത ആളുകൾക്ക് നന്നായിട്ട് അതിൻ്റെ കുറവുണ്ടാവും, ഡെഫിഷ്യൻസി ഉണ്ടാവും. വൈറ്റമിൻ ഡി കുടിക്കണമെന്ന്. പക്ഷെ കുടിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ മുമ്പ് ഒരു ഗ്ലാസ് പാലോ മുട്ടയോ പ്രോട്ടീനുള്ള ഭക്ഷണം കഴിച്ചിരിക്കണം. അപ്പോഴേ അതുകൊണ്ട് കാര്യമായ ഫലം ഉണ്ടാവുള്ളൂ. അല്ല വെറുതെ നമ്മൾ കുറേ ദോഷം എന്നതിൻ്റെ മേലത് കഴിച്ചിട്ട് ഞാൻ വൈറ്റമിൻ കൂടി ഒരു കാര്യം കിട്ടുന്നില്ല എന്ന് പറയരുത്. ഓരോന്നിനും ഓരോ മരുന്നിനും ഒരു ചിട്ടവട്ടങ്ങളുണ്ട്. അത് പാലിച്ചു കുടിച്ചാലേ അതോടെ കാര്യം കിട്ടുള്ളൂ എന്നതുപോലെ വൈദ്യന്മാരൊക്കെ മരുന്ന് തരുമ്പോൾ പ്രത്യേകം പറയും ഇന്നതൊക്കെ വർജിക്കണമെന്ന്. മറ്റേ ലീക്കി വരാൻ പറഞ്ഞ വർജിക്കലല്ല, ഒഴിവാക്കണമെന്ന്. അപ്പോൾ മുമ്പിൽ വർജിക്കുക എന്ന് പറഞ്ഞാൽ കുറേ തിന്നാന്നാണ് വിചാരിച്ചത്. അപ്പോൾ രാവിലെയും വർജിച്ചു, ഉച്ചക്കും വർജിച്ചു, രാത്രിയും വർജിച്ചു. ഭക്ഷണ നിയന്ത്രണം ഉണ്ട് അങ്ങനെ ചില ആൾക്കാർക്ക്. രാവിലെ പോയിട്ട് 4 പൊറോട്ട ഒന്ന് നിയന്ത്രിക്കും, ഉച്ചയ്ക്ക് പിന്നെ ബിരിയാണി നിന്നിട്ട് നിയന്ത്രിക്കും, രാത്രി പിന്നെ നെയ്ച്ചോറും പോത്തിറച്ചിയും നിയന്ത്രിക്കും. ഇങ്ങനെ നിന്ന് വെച്ചിട്ട് എന്താ കാര്യം? അപ്പം മരുന്ന് ഫലിക്കൂല. വിശുദ്ധ ഖുർആനിൻ്റെ ശിഫക്കും ഇതുപോലെ ചില പഥ്യങ്ങളുണ്ട്. ആ പഥ്യങ്ങളിൽ ഒന്നാമത്തേത് അൽ യഖീനു ബില്ലാഹ്. ഇത് റബ്ബിൻ്റെ കലാമാണ്, ഇത് അള്ളാൻ്റെ കലാം, ഇതിൽ ശിഫയുണ്ട്, ഇത് ഓതിയാൽ ശിഫ കിട്ടിയിരിക്കും, ഇതെൻ്റെ റബ്ബിൻ്റെ വാഗ്ദാനമാണ്, എൻ്റെ റബ്ബ് പറഞ്ഞത് പരമമായ സത്യമാണ്, ഇത് കളവല്ല, ഇത് അള്ളാഹുവിൻ്റെ അസലിയായ സിഫത്തായ റബ്ബിൻ്റെ കലാമാണ് ഞാൻ ഓതുന്നത്. നമ്മുടെ ശരീരത്തിന് കോശങ്ങളുണ്ട്, കോശങ്ങൾക്ക് ചില വൈബ്രേഷൻ സംഭവിക്കും ശബ്ദം കേൾക്കുമ്പോൾ. ശരീരത്തിൻ്റെ ധമനികൾ, നമ്മുടെ നെർവ് സെല്ലുകൾ, ഇതൊക്കെ ഒരു അള്ളാഹു വെച്ചൊരു പ്രോഗ്രാമിംഗ് ആണ്. സൗണ്ട് വേവുകൾ ചെന്നു കഴിഞ്ഞാൽ അതിൽ ചില പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ശബ്ദത്തിന് അങ്ങനെ വല്ലാത്തൊരു കഴിവുണ്ട്. ഖുർആൻ ഓതണം, ഖുർആനിൻ്റെ ഓത്ത് കേൾക്കണം. അസ്മിഉഹും കലാം അല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാം കേൾപ്പിക്കണം. നമ്മൾ ഓതുന്ന ഖുർആൻ നമ്മുടെ ശരീരം കേൾക്കത്തക്ക ശബ്ദത്തിൽ ഓതുമ്പോൾ അതിന് ഫലം കൂടുതലാണ്. നമ്മുടെ നഫ്സ് കേൾക്കുന്ന, നിസ്കാരത്തിലൊക്കെ അങ്ങനെ ഉറക്കോതണ്ട, നമ്മൾ ആംഗ്യം കാണിക്കല്ല, ഒരു ചെറിയൊരു ശ്വാസത്തിൻ്റെ ശബ്ദം കിട്ടിയാൽ മതി എന്നല്ലാതെ എല്ലാവരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പള്ളി മുഴുവൻ ഓതാൻ നിന്നാൽ എല്ലാവർക്കും വിശ്വാസമാവില്ലേ? ആരെ ഫാത്തിഹ ശരിയാവുക? അങ്ങനെ വേണ്ട. ഒറ്റയ്ക്ക് ഷിഫാഇന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ തഖറുബൻ ഇലല്ലാഹ്, നമ്മൾ ഇബാദത്തായിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഇച്ചിരി ശബ്ദത്തിൽ ഓതുക എന്നല്ല അങ്ങനെ വായിച്ചു പോകരുത്. ഖുർആൻ്റെ ശബ്ദം നമ്മുടെ ബോഡി കേൾക്കണം. ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് മുഴുവൻ അതിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള പവറുണ്ട് എന്നാണ്. അത് നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കില്ല. അൽ ഇലാജു ബിൽ അസ്വാത്ത്, ശബ്ദം കൊണ്ടുള്ള ചികിത്സ ഇന്ന് ലോകത്തെ വലിയൊരു ചികിത്സയാണ്. അങ്ങനെയാണെങ്കിൽ ശബ്ദങ്ങളിൽ ഏറ്റവും മനോഹരമായ ശബ്ദം, ഏറ്റവും പവിത്രമായത്, ഏറ്റവും ശ്രേഷ്ഠമായത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കലാമുല്ലാഹി സുബ്ഹാന, അള്ളാഹുവിൻ്റെ കലാമാണ്. അപ്പോൾ യഖീൻ എന്ന പഥ്യം അതില്ലാതെ ഓതിയിട്ട് കാര്യമില്ല, ശിഫ കിട്ടൂല. സംസം വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുടിച്ചിട്ട് കാര്യമില്ല, ഫലം കിട്ടൂല. അത് ഉലമ തീർത്ത് പറഞ്ഞ വിഷയമാണ്. നേരെ മറിച്ച് കുടിക്കുന്ന, റുഖിയ ചെയ്യുന്ന ആൾക്കും യഖീൻ, റുഖിയ ആരാണോ അനുഭവിക്കുന്നത് അയാൾക്കും യഖീൻ. ഈ 2 യഖീനുകളുണ്ടെങ്കിൽ അവിടെ ഫലം ഉറപ്പാണ്. എത്രയോ അനുഭവങ്ങളുണ്ട്, നോക്കണ്ടാവില്ല, അനുഭവങ്ങളില്ലേ? ഇല്ലേ? ഭയങ്കരമായ പവർഫുള്ളാണ് ഖുർആൻ. ഇനി കുറച്ച് ഷിഫായിൻ്റെ 1-2 ഹദീസുകൾ, 1-2 ദുആകൾ നമുക്കിന്ന് പഠിക്കാം. അത് മനസ്സിലാക്കി വെക്കുക. നമുക്കെല്ലാവർക്കും അറിയാവുന്ന അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക്, ഒരു ചെറിയ ദുആയാണ്. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ, വേറെ ഒരാൾക്കാണെങ്കിൽ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ തജിദു വ തുഹാദിർ, അങ്ങനെ പറയാം. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക്
ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുദീക മിൻ ശർരി ഹാസിദിൻ വഐനിൻ അല്ലാഹു യശ്ഫീക്. നമ്മുടെ മക്കൾക്ക് ചൊല്ലിക്കൊടുത്തു നോക്കൂ, രോഗികൾക്ക് ചൊല്ലിക്കൊടുത്തു നോക്കൂ. ഇൻസ്റ്റൻറ്റ് അവിടെ അസുഖങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകുന്നത് കാണാൻ കഴിയും. അത് മുജറബാണ്. മുജറബ് എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ബോധിച്ചില്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ട, ഓതി നോക്കി മനസ്സുറപ്പിച്ചിട്ട് ചെയ്യ്. യഖീൻ, ഹദീസും ഖുർആനും ടെസ്റ്റ് ചെയ്യാനുള്ളതല്ല, അനുഭവിക്കാൻ വേണ്ടി ചെയ്തോളൂ, കിട്ടും ഇൻഷാ അല്ലാഹ്, ഫലം ഉണ്ടാവും. എനിക്ക് അനുഭവമുണ്ട്, കുറേ അനുഭവങ്ങളുണ്ട്. അപ്പോൾ എനിക്കത് ബോധ്യമാണ്, നിങ്ങൾക്കും ബോധ്യമാണ്. ഇനി ബോധ്യമില്ലാത്തവർക്കത് ബോധിക്കണം. അള്ളാഹു യഖീൻ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മിനിമം 7 ഫാത്തിഹ. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ് സ്വഹീഹുൽ ബുഖാരിയിലെ. ഒരു പാമ്പ് കടിയേറ്റ കഥ ഉണ്ടല്ലോ, ഒരു ഗോത്രത്തലവിന് പാമ്പ് കടിയേറ്റു. ഹൽ മിൻകും മിൻ റാഖ്, നിങ്ങളിൽ റുഖിയ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? മന്ത്രിച്ചൂതി കൊടുക്കാൻ പറ്റുന്നവരുണ്ടോ? പവിത്രമായ വചനങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നവരുണ്ടോ? അബൂ സഈദ് അൽ ഖുദരി തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മന്ത്രിച്ചൂതി തരാം. ആ ചരിത്രത്തിൻ്റെ വിശദീകരണത്തിൽ അവർ ഞങ്ങൾക്ക് ആടുകൾ വേണമെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിന് ഹദിയ വേണമെന്ന് പറഞ്ഞു. അതല്ല, അവർ ചോദിക്കാതെ അവർ ഹദിയ കൊടുത്തു. പക്ഷെ അത് എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നവർക്ക് സംശയമായി. ഹബീബിൻ്റെ മുമ്പിലേക്ക് വന്നു. തങ്ങളത് എടുത്തോളൂ എന്ന് പറഞ്ഞു. എൻ്റെ ഓഹരി എനിക്ക് തന്നേക്കണം എന്നും പറഞ്ഞു തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7 ഫാത്തിഹ ഓതി. തേളോ പാമ്പോ കടിച്ചിട്ട് ഈ മനുഷ്യൻ നീലിച്ച് കിടക്കുകയാണ്. ഒരു മരുന്നും ഒരു ഹോസ്പിറ്റലും ആംബുലൻസും ഒന്നും വരാനില്ല. മരുഭൂമിൻ്റെ നടുവിലാണ്. മഹാനായ സ്വഹാബി അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, കേരളക്കാരനായ നമ്മുടെ ചക്രവർത്തി പെരുമാൾ എന്ന് പറയുന്ന ചന്ദ്രൻ പിളർന്ന സംഭവം കണ്ട ഹബീബിൻ്റെ അടുത്തേക്ക് വന്ന് ഇസ്ലാം സ്വീകരിച്ച താജുദ്ദീൻ റളിയല്ലാഹു അൻഹു എന്ന് വന്ന ചക്രവർത്തി പെരുമാൾ ഹബീബിൻ്റെ മുമ്പിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ചരിത്രം, ആ ഹദീസ് ഈ സ്വഹാബിൻ്റെതാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അവരാണത് റിപ്പോർട്ട് ചെയ്തത്. 7 ഫാത്തിഹ ഓതി. ബോധം കെട്ട് കിടക്കുന്ന ആ മനുഷ്യൻ ഫഖാമ, അയാൾ എഴുന്നേറ്റു. കഅന്നമാ നശിത മിൻ അഖാൽ, ബോധം കെട്ട് വീണ ഒരു മനുഷ്യൻ ബോധം തെളിഞ്ഞ് എഴുന്നേൽക്കുന്ന പോലെ 7 ഫാത്തിഹ ഓതി. ഒന്ന് ഒരു ഊത്തങ്ങ് ഊതിയപ്പോഴേക്കും അയാൾ എഴുന്നേറ്റു. അവർ ഒരു ആട്ടിൻ്റെ കൂട്ടം കൊടുത്തു, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു, സന്തോഷം കൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ഇത് ആടിനെ കറക്കുകയോ അറക്കുകയോ ഒന്നിപ്പോൾ ചെയ്യേണ്ട, തങ്ങളുടെ അടുത്തേക്ക് എത്തട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് ചെന്ന് പറഞ്ഞു, നബിയെ ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു, ഞങ്ങളുടെ റുഖിയ ചെയ്തപ്പോൾ അതുകൊണ്ട് ഫലം കിട്ടി, ആട് തന്നിട്ടാണ് നബി, ഞങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുമോ? വമാ അദ്റാക അന്നഹാ റുഖിയ, അബൂ സഈദ് നിങ്ങൾക്കറിയുമോ നിങ്ങളാ ചെയ്തത് ശരിയായ റുഖിയയാണ്. റുഖിയ എന്ന് പറഞ്ഞാൽ ശരീഅത്തിൻ്റെ വചനങ്ങൾ, ശരീഅത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ആയാത്തുകളും അദ്കാറുകളും ദുആകളും ചൊല്ലി രോഗിയുടെ ദേഹത്തേക്ക് ഊതിക്കൊടുക്കുന്ന പരിപാടി, അതിനാണ് റുഖിയ എന്ന് പറയുക. അല്ലെങ്കിൽ ആ രോഗി ആ വെള്ളം കുടിക്കുന്നത്, വെള്ളത്തിലേക്ക് കുടിക്കുക, തേനിലേക്ക്, സംസത്തിലേക്ക്, പച്ചവെള്ളത്തിലേക്ക്, അല്ലെങ്കിൽ തലയിലേക്ക് ഊതിക്കൊടുക്കുക. ശരീരത്തിൽ എവിടെയാണോ വേദന അവിടെ, നമ്മൾ സ്വന്തമാണെങ്കിൽ ഒറ്റയ്ക്ക് വേദന എവിടെയാണോ അവിടെ കൈവച്ചിട്ട് ദുആ ചെയ്യാനുള്ള ദുആയാണ്. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. പനിയുണ്ടോ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് വമിൻ അദാബിക അസ്തജീർ അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി വലാ ഇലാ അഹദിൻ മിൻ ഖൽഖിക തർഫത ഐൻ. ചൊല്ലുക, പനഡോളം കുടിക്കുക, അല്ലെങ്കിൽ എന്താ ഡോക്ടർ പറഞ്ഞാൽ മരുന്നും കുടിക്കുക. പക്ഷേ ഈ ഒരു ദിക്ർ വല്ലാത്ത പവർഫുള്ളാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആ, നമ്മളൊക്കെ പഠിച്ചതും കേട്ടതൊക്കെയാണത്, മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടത്. മാ യുനീമുക്കി ഇലാ ഹാദിഹി സാഅ, ഫാത്തിമ റളിയല്ലാഹു അൻഹ അന്നൊരു ദിവസം രാവിലെ സുബ്ഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് സൂര്യോദയം അടുക്കുന്ന സമയം ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ ചോദിച്ചു, മോളെ ഈ നേരത്ത് നിങ്ങൾ ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചു. മാ യുനീമുക്കി ഇലാ ഹാദിഹി സാഅ, എത്ര നേരം ഫാത്തിമ നിങ്ങൾ എന്തേ ഉറങ്ങാൻ കാരണം? ഹുമ്മാ യാ റസൂലല്ലാഹ്, എനിക്ക് പനിയുണ്ടുപ്പാ റസൂലുള്ളാഹി തങ്ങളെ, എനിക്ക് പനിയുണ്ട് എന്ന് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അപ്പോൾ തങ്ങൾ ചോദിച്ചു, ഫാത്തിമ മോളെ, പനി വന്നാൽ ചൊല്ലാനുള്ള ദിക്ർ ഞാൻ അങ്ങേക്ക് പഠിപ്പിച്ചു തന്നത് നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദിച്ചു. നസീതുഹാ
ഉപ്പാ ഞാനത് മറന്നുപോയി, എന്നാ മോളെ ചൊല്ലിക്കോ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് വമിൻ അദാബിക അസ്തജീർ അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി വലാ ഇലാ അഹദിൻ മിൻ ഖൽഖിക തർഫത ഐൻ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനത് ചൊല്ലി എൻ്റെ പനി പമ്പ കടന്നുപോയി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ മുഅ്ജിസത്ത് അവിടുത്തെ അസ്ഹാബിന് തങ്ങളുടെ മുഅ്ജിസത്തിൻ്റെ ഒരു ഭാഗം കറാമത്തായിട്ട് അല്ലാഹു തആല കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതൊക്കെ ഹൈലി പവർഫുള്ളായിരിക്കും, വളരെ പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. സുബ്ഹാനല്ലാഹ്. യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബിക്കും قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. ഈ ഖുർആൻ സന്മാർഗമാണ്, ഇത് റഹ്മത്താണ്, ഇത് ശിഫയാണ്. മരുന്നാണെന്നല്ല പറഞ്ഞത്, എന്താണ്? ശിഫയാണ്. മരുന്നോട് ശിഫയല്ലേ കിട്ടേണ്ടത്, ഇത് ശിഫയാണ്. എന്തൊരു അത്ഭുതമുള്ള വാക്കാണത്. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. അത് ശിഫയാണ്, ശിഫൻ്റെ ആയത്താണത്. കണ്ണേറ് കൊണ്ടതായിട്ട് തോന്നുന്നുണ്ട്. وَإِن يَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لما سمعوا الذكر ويقولون إنه لمجنون وما هو إلا ذكر للعالمين. وإن يكاد الذين سورة القلم 51 ആയത്ത്. സൂറത്തുൽ ഖലം 51 3 പ്രാവശ്യം. അതാർക്കാണോ സംഭവിച്ചത് അവർ സ്വയം ഊതുക, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഊതുക, കുടിക്കുക. അല്ലെങ്കിൽ ആർക്കാണോ അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് അവർക്ക് ഊതി കൊടുക്കുക. ഇത് ശരീഅത്തിൽ അംഗീകരിക്കപ്പെട്ട ഹബീബായ തങ്ങളുടെ സുന്നത്താണ്. റുഖിയ ചെയ്യണം, എന്നിട്ട് ഡോക്ടറെ തോന്നിക്കോളൂ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഷിഫായിൻ്റെ ഒരു വഴി അവിടെ ഉണ്ട്. ചിലപ്പോൾ യുനാനി കൊണ്ട് ഷിഫ, അങ്ങനെയല്ലേ? ചിലപ്പോൾ പച്ചമരുന്നുകൊണ്ട് ഷിഫ, ചിലപ്പോൾ വലിയ മേജർ ഓപ്പറേഷൻ ചെയ്താലേ മാറൂ, ചിലപ്പോൾ ഒന്നും വേണ്ട, ഒരു ചെറിയ ഗുളിക കൊണ്ട് മാറും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ലേ? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഷിഫാ നമ്മൾ എന്ത് ചെയ്യരുത്, കാണാതെ പോകരുത്. ഖൈറുദ്ദവാഇ അൽ ഖുർആൻ, ഖൈറുദ്ദവാഇ അൽ ഖുർആൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് മഹാനായ ഇബ്നു മാജ തങ്ങളുടെ കിതാബിലുണ്ട്, കിതാബ് തുബ്ബിൽ ബാബുൽ ഇസ്തിശ്ഫാഇ ബിൽ ഖുർആൻ. ഖൈറുദ്ദവാഇ അൽ ഖുർആൻ, മരുന്നുകളിൽ ഏറ്റവും ഖൈറായ മരുന്ന് വിശുദ്ധ ഖുർആനാണ്. മരുന്ന് കഴിക്കണമെന്ന് പറയുന്നതോടുകൂടെ തന്നെ വിശുദ്ധ ഖുർആൻ ശിഫയാണ്. അലൈക്കും ബിശ്ശിഫാഇൻ, 2 ശിഫയുണ്ട്. അൽ അസ്ലു വൽ ഖുർആൻ, ഒന്ന് തേനാണ്, മറ്റൊന്ന് ഖുർആനാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹക്കിം എന്നവർ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹ് എന്ന് പറഞ്ഞ ഹദീസാണത്. അൽ അസ്ലു വൽ ഖുർആൻ. അതുകൊണ്ട് വീട്ടിൽ പറ്റുമെങ്കിൽ, നമുക്ക് കഴിയുമെങ്കിൽ തേന് സൂക്ഷിക്കണം, ചെറിയൊരു സ്പൂണിൽ. അത് ഷിഫയാണ്. ഇത് അല്ലാഹു ഷിഫയാണ് എന്ന് പറഞ്ഞ മരുന്നാണെന്നല്ല പറഞ്ഞത്. ഫീഹി ഷിഫാഉൻ ലിന്നാസ്, ഇതിൽ ഷിഫയുണ്ട്. അപ്പോൾ അത് ആ പഥ്യം ഖുർആൻ കൊണ്ട് ചികിത്സിക്കുമ്പോൾ വേണ്ട പഥ്യം എന്താ? യഖീനാണ്. യഖീൻ എന്ന പഥ്യത്തോടുകൂടെ ചെയ്തോ അതിന് റിസൾട്ട് ഉറപ്പാണ്. പഥ്യല്ലേ മരുന്ന് വലിക്കൂല, നോർമലാ. ആ നിയമം അവിടെ ഉണ്ട്, ഫിസിക്കൽ സൈഡിലുണ്ട്, സ്പിരിച്വൽ സൈഡിലുണ്ട്. അള്ളാഹു ഷാഫിയാണ്, അള്ളാഹുവാണ് ശിഫ തരുന്നത്. റബ്ബ് ഷിഫായുടെ മരുന്നുകൾ, ഷിഫാക്ക് ആവശ്യമായ മരുന്നുകൾ കണ്ടെത്താൻ മനുഷ്യനല്ലാഹു വഴികൾ കാണിച്ചു കൊടുത്തു. അള്ളാഹു ചില പ്രാപഞ്ചിക നിയമങ്ങൾ ലോകത്ത് വെച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് നിയമങ്ങളുണ്ട് ഇവിടെ, അള്ളാഹുവിൻ്റെ പ്രകൃതി നിയമങ്ങൾ. അതിൽ മനുഷ്യനാവശ്യമുള്ള 2 കൊടുക്കാത്തതുണ്ട്. അതാണ് മനുഷ്യൻ്റെ ആരോഗ്യവും മനുഷ്യൻ്റെ റിസ്ക്കും. ഇത് 2 വേരിയേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. പ്രപഞ്ചത്തിൻ്റെ ഒരു കാനൂനാണ്, ഇരുമ്പിന് ശക്തിയുണ്ട്, ഇരുമ്പ് പെട്ടെന്ന് പൊട്ടൂല. അപ്പോൾ നമ്മളിപ്പോൾ ഈ റൂഫിൻ്റെ താഴെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ സീലിംഗിന് ഉപയോഗിച്ച സാധനം സോളിഡ് മെറ്റലാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അബുദാബി മുനിസിപ്പാലിറ്റി ചെക്ക് ചെയ്ത് അപ്രൂവ് ചെയ്തിട്ട് ബിൽഡിങ് കിട്ടില്ല. ചില നമുക്ക് അങ്ങനെയല്ലേ നടക്കുള്ളൂ.
അപ്പോൾ നമുക്ക് ഉറപ്പാണ് ഇതിന് കള്ളപ്പണിയൊന്നും നടക്കൂല. അതുകൊണ്ട് ഇവിടെ താഴെ ഇരുന്നാലും തലയ്ക്ക് വീഴൂല എന്ന ധൈര്യവും ആ ഇരുമ്പിലുള്ള ഈമാനും കൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ലേ? ഒരു പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ പാലത്തെക്കുറിച്ചൊരു ഈമാൻ ഉണ്ടാവും. ഭാഷാർത്ഥത്തിൽ പറയുകയാണേ, ഭാഷയിൽ ഈമാൻ എന്ന് പറഞ്ഞ ഒരു വിശ്വാസം എന്നല്ലേ. ഈ പാലം പൊളിഞ്ഞ് അല്ലെങ്കിൽ മനുഷ്യന്മാർ റോഡ് മുറിച്ചടക്കുമോ, പാലം മുറിച്ചടക്കുമോ, അവിടെ ഇരിക്കൂലേ, പേടിച്ചു പോകും. ഇന്ന് ബീഹാറിലിപ്പോൾ ഒരു ബ്രിഡ്ജ് ഓപ്പണിങ് നടക്കാൻ പോണതാണ്, വീണുകൊണ്ടിരിക്കുന്ന വീഡിയോ വന്നിട്ടുണ്ട്. പാലം വീണുകൊണ്ടിരിക്കുക, ഓപ്പണിങ്. സുബ്ഹാനല്ലാഹ്, ഏതൊരു നദിക്ക് കുറക്കെ വലിയ ബ്രിഡ്ജ്. അപ്പോൾ എന്താ, ഇരുമ്പ് എന്ന സാധനം ഉപയോഗിച്ചിട്ടില്ല, പിന്നെ പൊട്ടി വീഴൂലേ? ഇരുമ്പിന് എത്ര മില്യൺ കൊല്ലം കഴിഞ്ഞാലും അതിൻ്റെ ഉറപ്പ് ശോഷിക്കുന്നില്ല, അല്ലെങ്കിൽ അത് കൃത്യമായും അത് സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ച് റസ്റ്റ് വരാതിരുന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ സോളിഡ് പവർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. ആ നിയമം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ മനുഷ്യനോട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇരുമ്പ് പിന്നെ ഇന്ന് ഉറപ്പുണ്ടാവും, 4 ദിവസം കഴിഞ്ഞാൽ ഉറപ്പ് പോകാൻ സാധ്യതയുണ്ട്. വല്ല ബിൽഡിംഗ് മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റുമോ? സ്വർണം ഒരു മനുഷ്യൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സ്വർണത്തിൻ്റെ ക്വാളിറ്റി അങ്ങനെ തന്നെ അള്ളാഹു നിലനിർത്തുകയാണ്. സ്വർണം കുറച്ചുകൊണ്ട് ഇരുമ്പാവാൻ സാധ്യതയുണ്ട്, ആർക്ക് അത് വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? ഉദാഹരണം പറയാണ്, ഇത് അള്ളാഹുവിൻ്റെ ചില പ്രാപഞ്ചിക നിയമങ്ങളാണ്, അത് സ്റ്റേബിളാണ്, അതിൽ മാറ്റമില്ല. അപ്പോൾ മനുഷ്യനത് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യൻ്റെ ആരോഗ്യവും മനുഷ്യൻ്റെ റിസ്ക്കും, ഇത് മനുഷ്യൻ സ്റ്റേബിൾ ആവണമെന്ന് ആഗ്രഹിക്കുന്ന സംഗതിയാണ്. എനിക്ക് എപ്പോഴും റിസ്ക് വന്നുകൊണ്ടിരിക്കണം, എൻ്റെ ആരോഗ്യം ഒരിക്കലും നഷ്ടപ്പെടരുത്. പക്ഷെ അള്ളാഹു അവിടെ മനുഷ്യനെ പരീക്ഷിക്കുകയാണ്. ഇത് രണ്ടും സ്റ്റേബിളായി കൊടുത്തിട്ടില്ല. വാർദ്ധക്യം വരും, അസുഖം വരും, ജോലി നഷ്ടപ്പെടും, ചിലപ്പോൾ കിട്ടും, പോകും, സ്റ്റേബിളല്ല. മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും, കറൻസി ഇടിയും പൊങ്ങും താഴും, ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് മനുഷ്യൻ്റെ റിസ്ക്കിനെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റെബിലിറ്റി മനുഷ്യന് ഫീൽ ചെയ്യും. ഈ ഇൻസ്റ്റെബിലിറ്റിയാണ് മനുഷ്യനെ ഒരൽപ്പം വിനയാന്വിതനാക്കുന്നത്. എത്ര വലിയ പിന്നെ മനുഷ്യനാണെങ്കിലും രോഗം വന്നു കഴിയുമ്പോൾ എന്തായിരുന്നുലേ അവസ്ഥ, ഇപ്പോൾ കണ്ടുനോക്കുമ്പോൾ പച്ചപ്പാവം എന്ന് പറയും. എന്തേ? രോഗം മനുഷ്യനെ കീഴ്പ്പെടുത്തുകയാണ്. മരണമില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അഹങ്കാരി മനുഷ്യനാകുമായിരുന്നു. അതുകൊണ്ട് സുഹത്തിലും റിസ്ക്കിലും അള്ളാഹു സ്റ്റെബിലിറ്റി കൊടുത്തിട്ടില്ല. അത് വൾനറബിളാണ്, എപ്പോഴും മാറി മറിയാം. ആ ഒരു ഭീതി നമ്മൾ എന്തൊക്കെ ചെയ്താലും, ഇപ്പോൾ 5 വർഷം കൊണ്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന ബിൽഡിംഗ് ഇപ്പോൾ നമ്മൾ പൈസ അടച്ച് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്, അല്ലേ? അതിൻ്റെ മസാലയല്ല ഞാൻ പറയണത്. നമുക്ക് ആരോഗ്യം ഉണ്ടാവും, നമുക്ക് ആയുസ്സുണ്ടോ, നമ്മ സമയത്ത് ഉണ്ടാകുമോ? അങ്ങനെ 2 ഇൻസ്റ്റാൾമെൻ്റ് അടച്ചിട്ട് മരിച്ചു പോയ ഒരാൾ എനിക്കറിയാം. അള്ളാഹുവിൻ്റെ ഖളാ അങ്ങനെയാണ്. മനുഷ്യൻ്റെ ഹെൽത്ത് അള്ളാഹു നമ്മളെ പടച്ച തമ്പുരാനിലേക്ക് വിനയാന്വിതരാക്കാൻ അള്ളാഹുവിൻ്റെ ഒരു വടിയാണ്, പടച്ചോൻ്റെ ഒരു ടൂളാണ് നമ്മുടെ ആരോഗ്യം. അത് ഇന്നത്തെ ആരോഗ്യമല്ല, നാളെ 40 വയസ്സ് വരെ അതിൻ്റെ ഗ്രാഫ് മേലേക്കാണ്. 40 കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗ്രാഫ് താഴോട്ട് വരികയാണ്. കുട്ടിയായിട്ട് ജനിച്ച് വളർന്ന് അഡൽട്ടായിട്ട്, യങ്ങായി അഡൽട്ടായിട്ട് ആ ഒരു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദ ഗ്രാഫ് ഈസ് ഡൗൺവേർഡ്സ്. പിന്നെ കുട്ടിത്തത്തിലേക്ക് പോവുകയാണ്. പിന്നെ കുട്ടിയെ ടോയ്ലറ്റിലേക്ക് എടുത്തു കൊണ്ടുപോയ പോലെ വാപ്പയെ ടോയ്ലറ്റിലേക്ക് എടുത്തു കൊണ്ടുപോകേണ്ടി വരും. കുട്ടിയുടെ ഭാഷ തിരിയാത്ത ഭാഷയായിരുന്നു, അങ്ങനെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഭാഷ തിരിയാത്ത ഭാഷയായിട്ട് മാറും. ശരിക്കും കുട്ടിത്തം. കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നു, ഈ വലിയ മനുഷ്യൻ വളഞ്ഞ് അങ്ങ് ചെറുതാവും. ഇത് ഈ ലോകത്തിൻ്റെ ഒരു സംവിധാനമാണ്. ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. ഭരണാധികാരികളുടെ ഭരണാധികാരി അല്ലാഹു അല്ലയോ? ബലാ വ അന അലാ ദാലിക മിന ഷാഹിദീന ഷാകിരീൻ. അത് ഓതുമ്പോൾ നമ്മൾ പറയണമെന്നാണ്. ബലാ വ അന അലാ ദാലിക മിന ഷാഹിദീന ഷാകിരീൻ. അല്ലാഹുവേ, നീ ഭരണാധികാരികളുടെ ഭരണാധികാരിയാണ്, സർവ്വ മനുഷ്യനും ഭരണാധികാരിയാണെന്ന് വിചാരിക്കുന്നവനാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അധികാരത്തിൻ്റെ ആ ഒരു ചെങ്കോൽ കിടക്കുന്നത് അല്ലാഹു നിൻ്റെ കരങ്ങളിൽ മാത്രമാണ്. ലിമനിൽ മുൽക്കുൽ യൗം. ആ മനുഷ്യനെ അല്ലാഹു നിയന്ത്രിക്കുന്ന റബ്ബിൻ്റെ വടിയാണ്
മനുഷ്യൻ്റെ സുഹത്തും അവൻ്റെ റിസ്ക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എത്ര സമ്പാദിച്ചാലും പോരാന്നാ തോന്നുക. എനിക്ക് ഇനിയും വേണ്ടി വരും ഭാവിയിലേക്ക്. എനിക്ക് വലിയൊരു അസുഖം വന്നാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ പൈസ വേണ്ടേ? അപ്പോൾ കിടക്കട്ടെ, കുറച്ചും കൂടെ പൈസ ഉണ്ടാക്കാം. ഇങ്ങനെ മനുഷ്യന് മതി എന്ന് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. എന്തേ? അൺസ്റ്റേബിളാണ്, ഒരു ഇൻസ്റ്റെബിലിറ്റി ഫീൽ ചെയ്യും. എൻ്റെ റിസ്ക് അങ്ങോട്ട് പോയാലോ, ഇല്ലാണ്ടായി പോയാലോ? യാ അല്ലാഹ്. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. عن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم كان إذا اشتكى يقرأ على نفسه بالمعوذات وينفث. صحيح حديثان. رسول الله صلى الله عليه وسلم തങ്ങൾക്ക് രോഗം വന്നാൽ യഖറഉ അലാ നഫ്സിഹി, അവിടുത്തെ പരിശുദ്ധമായ ശരീരത്തിൻ്റെ മേൽ ഹബീബായ തങ്ങൾ ഓതും ബിൽ മുഅവ്വിദാത്ത്, മുഅവ്വിദാത്തുകളെ കൊണ്ട്. എന്താ മുഅവ്വിദാത്ത്? സൂറത്ത് ഏതാണ്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. മുഅവ്വിദത്തൈനിയാണത്. പക്ഷെ മുഅവ്വിദാത്ത് എന്ന് പറയുമ്പോൾ ഖുൽ ഹുവല്ലാഹും പെടുന്നതാണ്. ഖുൽ ഹുവല്ലാഹും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. മുഅവ്വിദത്താൻ അല്ലെങ്കിൽ മുഅവ്വിദത്തൈൻ രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തും ഇറങ്ങുമ്പോൾ ആ സ്ഥലത്തെ ജിന്നുകളുടെയും പിശാചുക്കളുടെയും ശല്യങ്ങളില്ലാതിരിക്കാൻ വേണ്ടി ദുആരക്കുമായിരുന്നു. രാത്രിയായാൽ തങ്ങൾ പ്രത്യേകമായ ദുആ ചെയ്യുമായിരുന്നു. അസുഖം വരുമ്പോൾ ഞങ്ങൾ ദുആരക്കുമായിരുന്നു. ഓരോ പ്രയാസങ്ങൾക്കും ഞങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുമായിരുന്നു. അങ്ങനെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഇറങ്ങിയപ്പോൾ തറകഹുന്ന, ആ എല്ലാ ദുആയും മാറ്റിവെച്ചു. തങ്ങൾ പിന്നെ ഈ രണ്ട് സൂറത്ത് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. മുഅവ്വിദാത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് കൂടെ വന്ന ആയത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു ജല്ല ജലാലുവിൻ്റെ അദ്ദാത്തുൽ അലിയ, അള്ളാഹുവിൻ്റെ മഹത്തരമായ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന സൂറത്തായതുകൊണ്ടാണ് ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസൽ ഖുർആൻ. ഖുർആൻ 3 ഭാഗമാണെങ്കിൽ 3-ൽ 1 ഖുൽ ഹുവല്ലാഹു അഹദാണ്. അത്രയും പവറുള്ള സൂറയാണത്. ചിലരിങ്ങനെ കളിയാക്കും, എല്ലായിടത്തുണ്ട് മൂല്യന്മാർക്കൊരു അൽഫാത്തിഹ. എന്താ അങ്ങനെ പറയേണ്ട കാര്യം? ഇത് മുസ്ലിം അല്ലാത്ത ഒരാൾ പറയണമെങ്കിൽ ഓക്കെ, അവർക്ക് പിന്നെ എന്തും പറയാം. അവരറിയില്ലാത്തവരാണ്, വിവരമില്ലാത്തത് കൊണ്ടായിരിക്കും. ഇത് ഒരു മരണ വീട്ടിൽ അവിടെ തോരക്കാൻ നിന്നാൽ ഇവിടെ തോരക്കണ്ട കേട്ടോ. നിക്കാഹ് നടന്നുകൊടുക്കുന്ന സദസ്സാണ്, ഒരു പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു ഫാത്തിഹ ഉമ്മുൽ കിതാബ്, ഖുർആനിൻ്റെ ഉമ്മയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് 3 ഓതിയ ഖുർആൻ മുഴുവനായിട്ട് ഓതിയ ഫളിലാണ്. പിന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, എല്ലാ ഷർറിനും കാവലാണ്. അത് ഓതിയിട്ട് ദ്വാരക്കാൻ വിടൂല. ഇത് നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇതാ ചോദ്യം. പൊന്നാര ചങ്ങാതി, ഇങ്ങനെ ചെയ്യരുത് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. മുഅ്മിനീങ്ങൾക്ക് വിശാലമാക്കി തന്ന വിഷയങ്ങളുണ്ട്. ദിക്റുകൾ അങ്ങനെയാണ്, എപ്പോഴും ചൊല്ലാം. ബാത്റൂമിൽ നിന്ന് ചെല്ലാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ, അല്ലെ ചെല്ലാൻ പാടില്ല, അല്ലെ ഖുർആൻ പിന്നെ ഓതാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ജനാബത്ത്, മറ്റു വിഷയങ്ങൾ പക്ഷേ മഫ്തൂഹാണ്. നിങ്ങൾ എവിടെ നിന്നായിരുന്നോ, എവിടെ നിന്ന് ദിക്റ് ചൊല്ലിക്കോ, എണ്ണം എത്ര വേണമെങ്കിലും ചൊല്ലിക്കോ. അതൊക്കെ എന്ത് ചെയ്തു? അവിടെ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഈ സാധുക്കൾ എന്താണ്? ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവർ സദസ്സിൽ ദ്വാരക്കുമ്പോൾ കൈ വെക്കൂല. ഞാൻ എന്ത് പൊക്കിയാൽ ഞാൻ അതുപറ്റ ഉത്തരം കിട്ടിയാലോ, എൻ്റെ ഒരു വോട്ടേക്ക് വേണ്ട, ഇതാണ് എൻ്റെ അർത്ഥം. ഇതൊക്കെ വിവരമില്ലായ്മ എന്നല്ല, എന്താ പറയുക. ഇത്രയും ഇൽമും വിവരങ്ങളുള്ള കാലത്തും നമ്മുടെ നാട്ടിലൊക്കെ എത്ര ഇങ്ങനെ ഒരു നിക്കാഹ്, ഒരു പുതിയ ഇറങ്ങുകയാണ്, ഒരു പുതിയാപ്പിള ഇറങ്ങുകയാണ്, ഒരു മയ്യത്തിനെ യാത്രയാക്കുകയാണ് ഖബറിലേക്ക്. ഒരാൾ യാത്ര പുറപ്പെടുകയാണ്, ആ വീട്ടിൽ ദ്വാരക്കൂലേ? എത്ര വലിയ പുണ്യമാണ്. എന്താണ് ദ്വാരക്കണത്? 1 ഫാത്തിഹ, ഖുർആനല്ലേ. ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇത്രയും പവർഫുള്ളായ സൂറകളാണത്. അതൊക്കെ ഒന്ന് ഓതി കിട്ടാനല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കണം. ഒരു മനുഷ്യൻ വന്ന് ഓതി തരട്ടെ, ആരെങ്കിലും ഒന്ന് ദുആ ചെയ്യട്ടെ, ഒന്ന് ആമീൻ പറഞ്ഞാൽ പോരെ. എത്ര ഭാഗ്യമാണ്, എത്ര സൗഭാഗ്യമാണ്, എത്ര പുണ്യമാണ്. ഉമ്മമാരും വാപ്പമാരൊക്കെ മരിച്ചു കിടക്കുമ്പോഴേ എത്ര സൊറ പറഞ്ഞാലും കുഴപ്പമില്ല, അവിടെ ഖുർആൻ ഓതിയ എണീറ്റ് പോകണം ഇല്ലേ?
ഖുർആൻ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുന്ന മക്കളില്ലേ? ആരാ ഇവരിങ്ങനെയൊക്കെ പഴപ്പിച്ചത്? ആരാണ് ഇവരുടെ തലയിലേക്ക് ഇങ്ങനെ വിഷം വെച്ചു കൊടുത്തത്? അവിടെ വർത്തമാനം പറയുന്നതും സ്വറ പറയുന്നതും അതിനൊക്കെ ഒന്നും തെളിവ് വേണ്ട. ഇതിന് തെളിവ് വേണമല്ലോ. അവിടെയാണ് ചെയ്യരുത് എന്ന് പറഞ്ഞ വിഷയങ്ങൾ ചെയ്യാൻ പാടില്ല. മഫ്തൂഹായി വിട്ട ചില വിഷയങ്ങളുണ്ട്, അത് ലിമിറ്റ് ചെയ്തിട്ടല്ലേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം ഇബാദത്തുകൾ എവിടെ ചെയ്താലും ഇബാദത്തല്ലേ, ഖുർആനല്ലേ, ദിക്റല്ലേ. അങ്ങനെ ഒരു അവസ്ഥയിലെങ്കിലും ഇതൊരു ദിക്റാണ്, ഇതൊരു ഖുർആനാണ്, ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. അത് നമ്മുടെ വർത്തമാനങ്ങളെക്കാളും എത്രയോ പുണ്യമാണ്. അവിടെ ബറക്കത്ത് വരും, അവിടെ മലായിക്കത്തോ റഹ്മ വരും. ഇത് ചിന്തിക്കാനുള്ള ഒരു ചെറിയൊരു ബുദ്ധി പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. അള്ളാഹു തെറ്റിദ്ധരിച്ചവർക്ക് തെറ്റിദ്ധാരണ മാറാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. പുണ്യനബി തങ്ങൾ മുഅവ്വിദാത്തുകൾ ഓതുകയും വയംഫുസു, ശരീരത്തിലേക്ക് ഊതുകയും ചെയ്യും. നഫസ എന്ന് പറഞ്ഞ ഊതുക എന്നാണ്. ഊതും തങ്ങൾ. ഫലമ്മഷ്തദ്ദ വജഉഹു, ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട പറയുന്ന അവസാനത്തെ അസുഖം ഹബീബിന് വന്നപ്പോൾ കുൻതു അഖറഉ അലൈഹി, ഞാൻ ആയിഷ ബി പറയാം റളിയല്ലാഹു അൻഹ, ഞാൻ ഹബീബിൻ്റെ ദേഹത്തേക്ക് ഖുർആൻ ഓതും അരികത്തെ വെച്ച്. അധികം ഉറങ്ങുന്ന നേരത്ത് വേദന വരുമ്പോൾ ഒക്കെ തങ്ങൾ ചെയ്യും. വംസഹു ബിയദിഹി, തങ്ങൾ എന്താ ചെയ്യുക? കയ്യിലേക്ക് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഓരോന്നും ഓരോ തവണ കയ്യിലേക്ക് ഊതും. എന്നിട്ട് എവിടെയൊക്കെ കയ്യെത്തുമോ മസ്തതാഅ, ശരീരം മുഴുവനും തടവും. ഉറങ്ങുന്നതിന് മുമ്പ് വീണ്ടും ഓതും. ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. എന്നിട്ട് ഊതും. രണ്ട് കൈകളും ദേഹം മുഴുവൻ തട്ടുന്നിടത്ത് ഒന്നാകെ കൈകൊണ്ട് തടവും. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യും. തങ്ങളുടെ അസുഖം വർദ്ധിച്ചപ്പോൾ തങ്ങൾക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? തങ്ങളുടെ കൈ ഞാൻ എൻ്റെ കയ്യിലേക്ക് എടുത്തു വെക്കും. എന്നിട്ട് ഞാൻ ഓതും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം, ഞാൻ ഓതിയിട്ട് ഹബീബിൻ്റെ കയ്യിലേക്ക് ഊതും. ഹബീബിൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ ഹബീബിൻ്റെ കൈ തങ്ങളുടെ ദേഹത്ത് പറ്റുന്നിടത്തൊക്കെ ഞാൻ ആ കൈ ഇങ്ങനെ ചലിപ്പിക്കും. റജാ ബറക്കത്തിഹാ, ആ കൈയിൻ്റെ ബറക്കത്ത്, അതിൻ്റെ കൈ കൊണ്ട് ഞാൻ തടവണ പോലെയല്ലല്ലോ, ഹബീബിൻ്റെ കൈയല്ലേ, ആ ബറക്കത്ത് അതാവട്ടെ തങ്ങളുടെ ദേഹത്ത് തട്ടേണ്ടത് എന്നാഗ്രഹിച്ചുകൊണ്ട് ഹബീബിൻ്റെ കൈ കൊണ്ടാണ് ഞാൻ തടവി കൊടുക്കാറുള്ളത് തങ്ങൾക്ക് വേണ്ടി എന്ന് ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹാ. لأنها كانت أعظم بركة من يدي. സ്വഹീഹ് മുസ്ലിമിലെ റിവായത്ത് അങ്ങനെ, എൻ്റെ കയ്യിനേക്കാളും ബറക്കത്ത് ഹബീബിൻ്റെ കയ്യിനാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഷിഫാഇൻ്റെ ഈ ദിക്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ബൈന അന അസീറു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ ജുഹ്ഫത്തി വൽ അബവാ. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അബവാഇൻ്റെയും ജുഹ്ഫയുടെയും ഇടയിൽ ഞാൻ ഹബീബിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് ഗശിയതിനാ റീഹുൻ, വലിയ കൊടുങ്കാറ്റ് വന്നു. വദുൽമത്തുൻ ഷദീദ, പകലാണ്, രാത്രി പോലെ അങ്ങോട്ട് ഇരുട്ടായി. ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, കടുത്ത കറുത്ത മേഘങ്ങൾ വരും, രാത്രി പോലെ ഇരുട്ട്, ലോ വിസിബിലിറ്റി ഉണ്ടാവും. ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ഒട്ടകപ്പുറത്തുണ്ട്, യതഅവ്വദു ബിഅഊദു ബിറബ്ബിൽ ഫലഖ് വഅഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഹബീബായ തങ്ങൾ ഓതിക്കൊണ്ടിരുന്നു. നമ്മൾ അങ്ങനെ കൊടുങ്കാറ്റടിക്കുകയാണ്, ശക്തമായ പ്രകൃതി ദുരന്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓതേണ്ടത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഫ്ലൈറ്റ് ടർബുലൻസ് ഉണ്ടാവും, ഭയങ്കരമായ ടർബുലൻസ്. അത് എയർ പോക്കറ്റ് എവിടെയോ കുടുങ്ങുക എന്ന് പറയുമ്പോൾ, ദോഹയിൽ നിന്ന് ഡബ്ലിനിലേക്ക് പോകുന്നൊരു ഫ്ലൈറ്റ് ഇപ്പോൾ ഇതായിട്ട് ട്രോളിയിട്ട് ഭക്ഷണം കൊണ്ടുപോകുന്ന എയർ ഹോസ്റ്റസ് ഒരു ചെറുക്കന് അങ്ങോട്ട് പൊങ്ങിയിട്ട് റൂഫിലടിച്ചിട്ട് ഇവിടെ ഒരു പാസഞ്ചറെ മടിക്കാൻ വീടത്. എന്താ ചെയ്യുക? ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുള്ള ടർബുലൻസിൻ്റെ അവസ്ഥയാണത്. നമ്മൾ കേൾക്കുന്ന സംഗതി കൊഴിഞ്ഞാടാറൊന്നുമില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റ് കൊഴിഞ്ഞാടി ചരിത്രം വളരെ കുറവാണ്. അത് വീഴലൊന്ന് ലാൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പൊങ്ങുന്ന സമയത്തോ ആണ് അപകടങ്ങൾ കാണാറുള്ളത്, സംഭവിക്കാറുള്ളത്. കൂടുതലും അങ്ങനെയാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ? അപ്പോൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ കരയണക്കാട്ടും നല്ലത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. കാരണം ജുഹ്ഫയുടെയും അബവാഇൻ്റെയും ഇടയിൽ ഹബീബായ തങ്ങൾക്ക് ആ കൊടുങ്കാറ്റ് വന്ന സമയം
കണ്ണ് കാണാത്ത ഒരവസ്ഥ വന്ന് പേടിപ്പെടുത്തുന്ന അവസ്ഥ വന്നപ്പോൾ ഉഖബത്ത് ബിൻ ആമിർ തങ്ങൾ പറയാ, തങ്ങളിങ്ങനെ ഓതുന്നു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജന്നതി വന്നാസ്. ഇടിയും മിന്നൊക്കെ പേടിയുള്ള ആൾക്കാരുണ്ട്. ഇടിയും മിന്നും പുതപ്പിനുള്ളിൽ പോയി മൂടിക്കിടക്കുക പേടിച്ചിട്ടേ. കുലറു ഫലക്കും കുലറുബിന്ന സൂതിയാൽ മതി. അതിനൊക്കെയുള്ള പരിഹാരമാണ്. ഈ പ്രപഞ്ചം മൊത്തം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. ആ റബ്ബിൻ്റെ സഹായത്തിന് അള്ളാഹുവിലേക്ക് ഓടലല്ലാതെ വേറെ വഴിയില്ല. അസുഖം തരുന്നത് അള്ളാഹുവാൻ, ശിഫ തരുന്നതും അള്ളാഹുവാൻ. പക്ഷേ അള്ളാഹു ശിഫ തരാൻ റബ്ബ് തആല നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഷിഫാഇൻ്റെ ആയത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് കിട്ടും. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. അത് ഒരു ആയത്തു ഷിഫയാണ്. ദാവൂ മർളാകും ബിസ്സദഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങളുടെ രോഗികൾക്ക് നിങ്ങൾ ശിഫക്ക് വേണ്ടി ദാവൂ മർളാക്കും, രോഗികൾക്ക് നിങ്ങൾ മരുന്ന് കൊടുക്കണേ. എങ്ങനെ? ബിസ്സദഖ, സ്വദഖ ചെയ്യുക. ഒരു രോഗം വരുമ്പോൾ അള്ളാഹു എനിക്ക് ശിഫ തരണേ എന്ന് പറഞ്ഞിട്ട് ദാനം ചെയ്യുക, അതും ഷിഫാഇൻ്റെ ഒരു കാരണമാണ്. ഖുർആൻ ഓതൽ ദുആയിരക്കലൊക്കെ പറഞ്ഞു. ഇനി ഇതാ സ്വദഖ ചെയ്യുക. നമ്മളാരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ്, അള്ളാഹുവേ ആ പാവപ്പെട്ട എത്തിയും കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. നമ്മൾ സത്താറുണ്ട്, അവിടെ സത്താർ വന്നിട്ടില്ല, നമ്മൾ കുന്നുംകൈ സത്താർ, അവിടെ ഒരു 10-25 എത്തിയും മക്കളെ കുന്നുംകൈയിൽ കാസർഗോഡ് ജില്ലയുടെ മലയോര പ്രദേശത്ത് അവരുടെ വീടുകളിൽ താമസിപ്പിച്ച് അവരെ നോക്കുന്നുണ്ട്. അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അള്ളാഹു അവരെ സഹായിക്കുന്നവർക്ക് അള്ളാഹു വലിയ സഹായം ചെയ്യട്ടെ. നമുക്ക് വെറുതെ ഉടച്ചവൻ ആ എത്തിയ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കുക. ആ മക്കൾ സൈനുദ്ദീൻ തങ്ങൾ കുന്നുംകൈ തങ്ങളാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ യത്തീംഖാനയിൽ ചെന്ന എത്തിയും കുട്ടികളെ കിട്ടില്ല. യത്തീംഖാനയിൽ അഗതികളെ ഉണ്ടാവുള്ളൂ. അനാഥകൾ കുറവായിരിക്കും. വാപ്പ മരിച്ച മക്കൾ കുറവായിരിക്കും. പക്ഷെ അങ്ങനത്തെ മക്കൾ ഉള്ളിടത്ത് തേടിപ്പിടിച്ച് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ആ യത്തീം മക്കൾക്ക് നിയ്യത്ത് ചെയ്യുക. അല്ലെങ്കിൽ വിധവകളായ ഉമ്മമാരുണ്ടാവും, അവർക്ക് നിയ്യത്ത് ചെയ്യുക. അല്ലെങ്കിൽ മിസ്കീന്മാരായ പാവപ്പെട്ടവർ, അവർക്ക് നിയ്യത്ത് ചെയ്യുക. എന്നിട്ട് ആശുപത്രിക്ക് പോവുക. അത് ഷിഫാഇൻ്റെ ഒരു കാരണമാണ്. ഇതൊക്കെ കാരണം അല്ലാഹു തആല ഷിഫാഇൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ എത്തിക്കലാണ് രോഗത്തിന് ശിഫ തരുന്നതിൻ്റെ വലിയൊരു കാരണം. ചിലർ പറയില്ലേ, എനിക്ക് അസുഖം വന്നിട്ടോ, ഞാൻ ഒരുപാട് ആൾക്കാരടുത്ത് ചെന്നു, കുറേ പൈസ പോയി, കുറേ ചിലവായി, എൻ്റെ അസുഖം മാറിയിട്ടില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് പറയാറില്ലേ? അതിൽ വലിയൊരു വിഷയം എന്താണെന്നറിയോ? നമ്മുടെ അസുഖം ഇന്ന ആളാണ് മാറ്റിത്തരുന്നത്, അങ്ങനെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ഇന്ന ആളെ ഞാൻ സമീപിക്കുന്നു, ഇന്ന ഒരു സയ്യിദ്, ഇന്ന ഒരു ആലിം, അവരുടെ കയ്യാൽ അള്ളാഹു എനിക്ക് ശിഫ തരും. ശിഫ നൽകുന്നത് ആരാണ്? അഷ്ശാഫി ഹു അല്ലാഹ്, അള്ളാഹു ജല്ല ജലാലുവാണ്. നമ്മുടെ ഖൽബിനെ ഒരു മഖ്ലൂഖുമായി ബന്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്നാ അവൻ്റെ ഒപ്പം വയ്ക്കുമെന്ന് പറയും. മഖ്ലൂഖിനൊന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ ഇടപെടലില്ലാതെ. അതുകൊണ്ട് അള്ളാഹുവേ, നീ പറഞ്ഞതാണ്, നിൻ്റെ റസൂലുള്ളാഹി നിങ്ങൾ പഠിപ്പിച്ചതാണ് ഞാൻ ചെയ്യുന്നത്. റബ്ബേ, എനിക്ക് ആ മനുഷ്യൻ്റെ കയ്യാൽ അല്ലെങ്കിൽ ഈ മരുന്നിലൂടെ അള്ളാഹു നീ ശിഫ തരണം, അല്ലെങ്കിൽ ഈ റുഖയിലൂടെ എനിക്ക് ശിഫ തരണം. പടച്ചവനെ, ഞാൻ നിൻ്റെ ഭാഗത്തു നിന്നും നിൻ്റെ ശിഫാ പ്രതീക്ഷിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. പടച്ചവനെ, ഞാൻ നിൻ്റെ പടപ്പാൻ, ഞാൻ ആരെ സമീപിക്കുന്നുവോ ഡോക്ടറും നിൻ്റെ പടപ്പാൻ, നിൻ്റെ സൃഷ്ടിയാണ്. സൃഷ്ടികൾക്ക് ഖാലിഖല്ലാതെ ആരുമില്ല പടച്ചവനെ. അതുകൊണ്ട് അല്ലാഹുമ്മ യാ ഷാഫി ഇശ്ഫി, അള്ളാഹുവെ നീ ശിഫ നൽകണമേ. അള്ളാഹു നമുക്കൊക്കെ ശിഫ നൽകട്ടെ. അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ്, ഷിഫാഇൻ്റെ വലിയൊരു ദുആയാണത്. സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ദുആയാണത്. ഏത് അസുഖത്തിനും തങ്ങൾ ചൊല്ലിക്കൊടുക്കാറുള്ള ദുആ ഇതാണ്, അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി അൻത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ, അല്ലെങ്കിൽ സഖമൻ വലാ അലമാ. അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവെ, പ്രയാസങ്ങൾ നീക്കിത്തരയണമേ. ഇശ്ഫി, ശിഫദാ റബ്ബേ, അൻത ഷാഫി, നീ ശിഫ തരുന്നവനാണ്, നീയാണ് ഷാഫി. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, നീ തരുന്ന ശിഫയല്ലാതെ വേറെ ഒരു ശിഫയുമില്ല റബ്ബേ. ഷിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ, ഒരു വേദനയോ അസുഖമോ ബാക്കിയാവാതെ അള്ളാഹു നീ ശിഫ തരണേ. ചിലപ്പോൾ അസുഖം മാറിയിട്ടുണ്ട്, എന്നാലൊരു വേദന അവിടെ ബാക്കിയുണ്ടെന്ന് പറയില്ലേ, അതുപോലും വരരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അത്തരം അമേരിക്ക നമ്മൾ ഈ ഷിഫായിൻ്റെ ഉണ്ടല്ലേ,
അമീർഖാൻ്റെ നേരായ വഴി ഗ്രൂപ്പിൽ അങ്ങനെ കുറേ ക്ലിപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ ഹദീസുകളുടെ ആയത്തുകളുടെയൊക്കെ ഷിഫായിൻ്റെ അതൊരു PDF എന്തുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്നാക്കി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഉപകാരപ്പെടും. അത് വീട്ടിലൊക്കെ കൊണ്ടുപോയി വെക്കുക. മക്കൾക്ക് പെട്ടെന്ന് രാത്രി വയറുവേദന, വണ്ടി കിട്ടിയില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല, വേഗം എവിടെയാണോ കുട്ടിക്ക് വേദന ഉള്ളത് അവിടെ വലത് കൈ വെച്ചിട്ട് 7 ഫാത്തിഹ, ആയത്തുൽ കുർസി, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. പിന്നെ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. പിന്നെ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് യശ്ഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക് ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ തജിദു വതുഹാദിർ 7 പ്രാവശ്യം. അദ്ഹിബിൽ ബഅസ് 7 പ്രാവശ്യം. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക് 7 പ്രാവശ്യം. പിന്നെ സിഹറിൻ്റെ ദുആകൾ വേറെ ഉണ്ട്. സിഹറൊക്കെ കെട്ടഴിയാൻ ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുദീക മിൻ ശർരി ഹാസിദിൻ വഐനിൻ അല്ലാഹു യശ്ഫീക് 11 പ്രാവശ്യം. ഇങ്ങനെയൊക്കെ ഷിഫായിൻ്റെ ദുആകളുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് ശിഫ തരട്ടെ, അല്ലാഹു ശിഫ തരട്ടെ, അല്ലാഹു ശിഫ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മൊമൂഞ്ഞി നാട്ടിൽ പോയിട്ടുണ്ടല്ലേ, യാത്രയിലാണ്. അല്ലാഹു നാട്ടിൽ പോയ ആളുകൾക്കൊക്കെ റാഹത്തും സന്തോഷം നൽകട്ടെ, തിരിച്ചു വരാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ. ദുആ വസിയത്തുകൾ പറഞ്ഞു. അസ്സലാമു അലൈക്കും. പായസം തന്നവരുടെ ഉദ്ദേശം നിറവേറാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക. പിന്നെ ഓൺലൈനായിട്ട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാലിന് അസുഖം മാറാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അസുഖം അതുപോലെ തന്നെ മറ്റു ഒരുപാട് പേര് അസുഖങ്ങളും മാറാൻ വേണ്ടിയിട്ട് ദുആ കൊണ്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല, ഭയം കാരണം കൈ അയക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മക്കൾക്ക് നാഫിയായ ഇൽമ് ലഭിക്കുവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉമ്മയുടെയും ഉപ്പയുടെയും അസുഖം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സ്വാലിഹായ മക്കൾ ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കടം വീടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കടം കൊടുത്തവർ തിരിച്ചു നൽകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഹലാലായ മുറാദുകൾ നിറവേറാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ടു പോയ അനിയന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ആധാരം ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷം ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സദസ്സിലെ ഒരു വ്യക്തിയുടെ ഉമ്മാക്ക് കിഡ്നിയിൽ കല്ലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഓപ്പറേഷൻ കൂടാതെ അസുഖം ഷിഫയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ടു പോയ കക്കാട് കോടിയാട്ട് ഉമ്മർ ഹാജി എന്നിവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മകന് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ എല്ലാ പഠനങ്ങളിൽ ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉമ്മാക്ക് നടക്കാൻ പ്രയാസമുണ്ട്, സുഖപ്പെടുവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മരുമകന് മഞ്ഞപ്പിത്തമാണ്, പനി അതുപോലെ തന്നെ പനിയുമുണ്ട്, ഷിഫാന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ജോലിയിൽ നിന്നും മാറാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു, നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മകളുടെ വീട് പണി പൂർത്തിയാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മുറാദുകൾ ഹാസിലാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നാളെ മകൻ്റെ ഫൈനൽ എക്സാം ആണ്, വിജയത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി. അല്ലാഹു തആല ദുആ വസിയത്തുകൾ ചെയ്തവർക്കൊക്കെ അല്ലാഹു തആല ശിഫ നൽകട്ടെ. നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമായ നമ്മുടെ പരിചയത്തിലൊക്കെയുള്ള എല്ലാ രോഗികൾക്കും അല്ലാഹു വളരെ പെട്ടെന്ന് നമ്മുടെ ഈ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് അല്ലാഹു ശിഫ നൽകട്ടെ. അല്ലാഹു സലാമത്ത് നൽകട്ടെ. മാരകങ്ങളായ അസുഖങ്ങളെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. അത്തരം അസുഖങ്ങൾ വന്നവർക്കൊക്കെ അല്ലാഹു വളരെ പെട്ടെന്ന് ശിഫ നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഞാൻ നേരത്തെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് സൂചിപ്പിച്ച അമൻ റാസിഖ് എന്ന് പറഞ്ഞ 21 വയസ്സുള്ള മോൻ കണ്ണൂർ ജില്ലക്കാരനാണ്. അള്ളാഹു ആ മോന് മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹു അവൻ്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആ മോനെ അള്ളാഹു സ്വർഗത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. മാതാപിതാക്കൾക്ക്
മോൻ്റെ അനിയന്മാരുണ്ട് 2 പേര്. ഒക്കെ എല്ലാവർക്കും നമ്മളെല്ലാവർക്കും സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഇന്നത്തെ പായസം KP ഇബ്രാഹിം കുട്ടി തെക്കുംപാട് അവരുടെ പേരിലാണ്. നമ്മുടെ സുഹൃത്ത് ഷബീർ തെക്കുംപാടിൻ്റെ പിതാവാണ്. അള്ളാഹു ആ ഉപ്പാക്ക് മകൻ ചെയ്ത ഈ സ്വതക്ക അള്ളാഹു ഖബർ ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടാൻ സബബാക്കി കൊടുക്കട്ടെ. അള്ളാഹു ഖബറിൽ നൂറും വെളിച്ചവും നൽകി അനുഗ്രഹിക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു സ്വർഗം കണ്ട് സന്തോഷിക്കുന്ന ഭാഗ്യം അള്ളാഹു നൽകട്ടെ. ആമീൻ. നമ്മുടെ വലിയ പെരുന്നാൾ കഴിഞ്ഞു. ആളുകളൊക്കെ ഉദ്ഹിയ്യത്ത് അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ഖൽബിലെ നിയ്യത്തുകൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകട്ടെ. ഉദ്ഹിയ്യത്ത് അത് നമ്മളൊക്കെ പലരും ഇവിടെ നേരിട്ട് അറുത്തവർ കുറവായിരിക്കും. അധികം ആളുകളും നാട്ടിലോ, പിന്നെ നമ്മുടെ നൈജീരിയയിൽ 77 അല്ലേ അമേരിക്ക 79 കന്നുകൾ വെച്ചിട്ടവിടെ വലിയ ഒരു ഉദ്ഹിയ്യത്ത് നടക്കുകയുണ്ടായി. അവിടുത്തെ വലിയ 1-2 ഷെയ്ഖന്മാർ അറബിയിലും ഇംഗ്ലീഷിലും അതിന് നന്ദി പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആളുകളോടൊക്കെ പറയണം, ഞങ്ങൾ വർഷത്തിലൊരിക്കൽ പോലും ഒരു മാംസകഷ്ണം കിട്ടാത്ത മനുഷ്യന്മാർക്കാണ് നിങ്ങളുടെയൊക്കെ ദാനം കൊണ്ട് ഉപകാരം ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് അവർ അറബിയിലും ഇംഗ്ലീഷിലും 2 വീഡിയോ അത് നമ്മളെ അറിയിക്കാൻ, അവരുടെ സന്തോഷം പറയാൻ വേണ്ടി അവർ ചെയ്തതാണ്. അല്ലാഹു തആല അത് സ്വീകരിക്കട്ടെ. കാരണം അത് നൈജീരിയ പോലുള്ളൊരു നാട്ടിൽ അത് നടത്തുക എന്ന് പറഞ്ഞത് നമ്മുടെ ഡോക്ടർ സയ്യിദ് ഹുദവി നാദാപുരം, അദ്ദേഹത്തിൻ്റെ വലിയ പരിശ്രമമാണ്. അവിടുത്തെ നാട്ടുകാരായ ഒരുപാട് മുത്തവ്വമാരും ഉസ്താദുമാരും മുത്തഅല്ലിമീങ്ങളും അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസും അവരൊക്കെയാണ് ഇതിൻ്റെ വളണ്ടിയർമാർ. അവരൊക്കെ നിസ്വാർത്ഥ പ്രവർത്തകരാണ്. അല്ലാഹു തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരുടെയും നമ്മുടെയും റിസ്ഖിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഹാജിമാർ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഹജ്ജിനിടയിൽ 500-ലേറെ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് പല കാരണങ്ങളാൽ. മലയാളികളും അല്ലാത്തവരൊക്കെ ഉണ്ട്, നമുക്ക് പരിചയമുള്ള ആളുകളുണ്ട്. ആരായിരുന്നു? ഇബ്രാഹിം അബ്ദുൽ ഖാദർ ഹാജി, അബ്ദുൽ ഖാദർ സാഹിബ് അല്ലേ? എവിടെ? മിനയിൽ വെച്ച് മരണപ്പെട്ട്. അവരുടെ നാട് എവിടെയായിരുന്നു? ഏതായിരുന്നാലും നമ്മുടെ അറിവിലും പരിചയത്തിലുമുള്ള ആളുകളുണ്ട്, അല്ലാത്തവരുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് രോഗികൾ അത്യാസന്ന നിലയിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ശിഫ നൽകട്ടെ. എല്ലാ ഹാജിമാരുടെയും ഹജ്ജ് അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അവരാർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടോ ആ ദുആകൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആ ദുആഇൻ്റെ ഒരു ഓഹരി ഉമ്മത്ത് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി അവർ ചെയ്തതിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി ആ ഒരു ദുആഇൻ്റെ ഓഹരി അള്ളാഹു ഒരു വിഹിതം നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി വളണ്ടിയർ ജോലി ചെയ്ത ഒരുപാട് പ്രവർത്തകരുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ സൗദിയിലെ പല നമ്മുടെ KMCC പ്രവർത്തകർക്ക് എല്ലാവർക്കും അവിടെ ഹജ്ജ് വളണ്ടിയർമാരായിട്ട് സേവനം ചെയ്യാൻ ഈ വർഷം കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു മക്ക KMCCക്ക് മാത്രമാണ് സാധിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 100 നമ്മുടെ വിഖായ വളണ്ടിയേഴ്സും KMCC വളണ്ടിയേഴ്സും ഒക്കെ അവിടെ സജ്ജമായിരുന്നു. പക്ഷേ നിയമത്തിൻ്റെ ഒരു നിയമം ടൈറ്റായതിൻ്റെ പേരിൽ അവർക്ക് ഇടപെടാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അവർക്കൊക്കെ അല്ലാഹു അതിന് നിയ്യത്തിന് കൂലി കൊടുക്കട്ടെ. അവിടെ ഓൺ ഗ്രൗണ്ട് വർക്ക് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ കാക്കിയ കുഞ്ഞുമോൻ ഹാജിയുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രവർത്തനങ്ങളാണ് അവർ എല്ലാ ഹജ്ജിനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അതൊക്കെ ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. യാ ഷാഫി യാ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ ഖൽബിന് ശിഫ നൽകണേ റബ്ബേ. ഞങ്ങളുടെ ശരീരത്തിന് ശിഫ നൽകണേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള അസുഖങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ബിഹഖ് യാ ഷാഫി യാ അല്ലാഹ്, യാ ഷാഫി യാ അല്ലാഹ്, യാ ഷാഫി യാ അല്ലാഹ്. അല്ലാഹുവേ നീ ഷാഫിയാണ്, കാഫിയാണ്, മുആഫിയാണ്. അല്ലാഹു ഞങ്ങൾക്ക് നീ പരിപൂർണമായ ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ റബ്ബേ. തഖ്വ കൊണ്ടും ഈമാൻ കൊണ്ടും അലങ്കരിക്കണേ തമ്പുരാനെ. ഇൽമു കൊണ്ടും മഅരിഫത്ത് കൊണ്ടും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. പ്രായമുള്ള ഉമ്മമാർ സദസ്സിലുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹു നീ എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്ത് നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ജീവിതം കഴിഞ്ഞ് മരണത്തിലേക്ക് നീങ്ങുന്ന സമയം വരേക്കും അല്ലാഹുവേ പരിപൂർണമായ ആഫിയത്ത് ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റബ്ബേ. ഇസ്സത്ത് നിലനിർത്തണേ റഹ്മാനെ.
ഐശ്വര്യം നൽകണേ തമ്പുരാനെ. ഹലാല് കൊണ്ട് ഞങ്ങൾക്ക് ഐശ്വര്യം നൽകണേ റബ്ബേ. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. മാരക അസുഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കരുതേ തമ്പുരാനെ. ദില്ലത്ത് കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. അള്ളാഹു നിൻ്റെ സിത്ർ കൊണ്ട് ഞങ്ങൾക്ക് നീ മറ നൽകണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, മക്കളിലും കുടുംബത്തിലും ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബത്തിലും മക്കളിലും നാടിലും മഹല്ലിലും അള്ളാഹു ഞങ്ങളുടെ രാജ്യത്തും എല്ലാം നീ കൺകുളിർമയെ കാണിച്ചു തരണേ റഹ്മാനെ. നമ്മുടെ മക്കളൊക്കെ ഉന്നത പഠനങ്ങൾക്ക് വേണ്ടി പോകുന്ന മക്കളുണ്ട്, ചെറിയ ക്ലാസ്സിൽ ചേർന്നവരുണ്ട്, ജൂനിയർ സ്കൂളിലും സീനിയറിലും സെക്കൻഡറിയിലും ഹയർ സെക്കൻഡറിയിലും ഒക്കെ പഠിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയവും നല്ല ഓർമ്മശക്തിയും നല്ല അച്ചടക്കവും നല്ല മക്കളാക്കി അള്ളാഹു നീ ഇവരെ വളർത്തേണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഹയർ സ്റ്റഡീസിന് പോകുന്നവർ, അത് കഴിഞ്ഞ് ജോലിക്ക് പോകുന്നവർ എല്ലാവർക്കും അനുയോജ്യമായ വഴികൾ നീ തുറന്നു കൊടുക്കണമേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നൊരു മോനായിരുന്നു, ഇന്നലെ മരണപ്പെട്ട അമൻ റാസിഖ്. അള്ളാഹുവെ, മോനെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ആ മോനെ നീ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. അള്ളാഹു നീ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. വിശാലമായ ഖബറാക്കി കൊടുക്കണേ തമ്പുരാനെ. ഒരുപാട് സുഹൃത്തുക്കളും പരിചയങ്ങളും കുടുംബക്കാരും ഒക്കെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയുള്ളൊരു പെട്ടെന്നുള്ള യാത്രയായി എന്ന് തോന്നും വിധം അള്ളാഹുവെ ആ മോനെ നീ കൊണ്ടുപോയിരിക്കുകയാണ്. പടച്ചവനെ, മാതാപിതാക്കൾ അവരുടെ മനസ്സിന് അള്ളാഹു നീ വലിയ ക്ഷമ നൽകണേ തമ്പുരാനെ. ക്ഷമ നൽകണേ റബ്ബേ, ക്ഷമ നൽകണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, അള്ളാഹുവെ, ഞങ്ങൾ ഓരോരുത്തർക്കും പരിപൂർണമായ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഏതെല്ലാം അസുഖങ്ങൾക്ക് ഉള്ള വൈറസുകളെങ്ങാനും വല്ല അണുക്കളും ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അള്ളാഹുവിനെ എടുത്ത് ദൂരത്താക്കി ആ സ്ഥാനത്ത് ആഫിയത്ത് കൊണ്ട് സിഹത്ത് കൊണ്ട് നിറക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, 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 തിന്മകളിലേക്ക് പോകുന്ന വഴികളിലേക്ക് എത്താതെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ഉമ്മത്തിനെയും വിദ്യാർത്ഥിനികളെയും അള്ളാഹു നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, സ്വലാഹിൻ്റെയും നന്മയുടെയും ഹിദായത്തിൻ്റെയും വഴിയിൽ, ഇസ്തിഖാമത്തിൻ്റെ വഴിയിൽ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. റഹ്മാനെ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയിൽ അടിയുറച്ച് ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. അള്ളാഹു ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമീയത്തുൽ ഉലമ അള്ളാഹു എല്ലാവിധ ഫിത്നകളിൽ നിന്നും അതിനെ കാത്തുരക്ഷിച്ച് അള്ളാഹു ഈ ഉമ്മത്തിന് ദീർഘനാൾ അള്ളാഹുവെ ദീനിൻ്റെ നേതൃത്വം നൽകാനുള്ള സർവ്വ കരുത്തും ഊർജവും അള്ളാഹുവെ ആ മഹത്തായ സംഘടനയ്ക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധിയിൽ നിന്ന് നീ മോചിപ്പിക്കണമേ തമ്പുരാനെ. ഇസ്സത്തിലാക്കണേ റഹ്മാനെ. നമ്മുടെ ഉലമാ, സദാത്യങ്ങൾ, തങ്ങന്മാർ, പ്രത്യേകിച്ച് പാണക്കാട് സയ്യിദന്മാർ, ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന മറ്റു നേതാക്കന്മാർ, ആലിമീങ്ങൾ എല്ലാവരെയും അള്ളാഹുവെ നിൻ്റെ ഹിഫ്ദിലും നിൻ്റെ അമാനിലും അള്ളാഹുവെ നിൻ്റെ പ്രത്യേകമായ നിൻ്റെ ഐനിലും അള്ളാഹു നീ അവരെ കാത്തുകൊള്ളണേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് റബ്ബേ, കടങ്ങൾ വിടാനുള്ള വഴി എളുപ്പമാക്കണേ തമ്പുരാനെ. നമ്മുടെ സദസ്സിൽ നമ്മുടെ ഒരു പ്രായമേറിയ നമ്മുടെ ഒരു കാരണവരുണ്ട്. സെൻറ്റും അത്രയൊക്കെ വിറ്റിട്ടാണ് അതിൽ ജീവിക്കുന്നത്. അള്ളാഹുവെ, അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണമുണ്ട്. വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലൊക്കെയാണെന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ, എല്ലാവിധ പ്രയാസങ്ങളും നീക്കി അള്ളാഹുവെ അവരുടെ മകളുടെ കല്യാണം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിസസംബന്ധമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എല്ലാം സലാമത്തിലും റാഹത്തിലുമാക്കി കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ആരൊക്കെ പ്രയാസത്തിലാണോ അവരുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാനുള്ള, ഭാരം ഇറക്കാനുള്ള സ്ഥലമാണ് റബ്ബേ ഇസ്ലാമിക് സെൻറ്ററിലെ ഞങ്ങളുടെ ഈ മജ്ലിസ്. അള്ളാഹുവേ, ഈ മജ്ലിസ് ഇങ്ങനെ രൂപപ്പെടാൻ, ഈ സംവിധാനം ഇങ്ങനെ ആയിത്തീരാൻ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ, പ്രവർത്തിച്ച് മരിച്ചു പോയിട്ടുണ്ടോ, എല്ലാവർക്കും രണ്ട് ലോകത്തിൻ്റെയും ഖൈർ നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഇതിൻ്റെ പ്രസിഡന്റ് ബാബഹാജി നാട്ടിലാണ്, ഭാര്യയൊക്കെ അള്ളാഹു ദുആയിരക്കണമെന്ന് എപ്പോഴും പറയുന്നൊരു മഹാനായ മനുഷ്യനാണ്. പടച്ചവനെ, അദ്ദേഹത്തിന് ആഫിയത്ത്, അവരുടെ ഭാര്യയ്ക്കും കുടുംബത്തിനൊക്കെ ആരോഗ്യവും ആഫിയത്തും സലാമത്തും നൽകണേ തമ്പുരാനെ. റഹ്മാനെ, ഞങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ ഞങ്ങൾ പ്രായമാരിയ ഉമ്മമാരും ഉപ്പമാരുണ്ട് റബ്ബേ, അവർക്കൊക്കെ ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ പടച്ചവനെ. അവരൊക്കെ ശുശ്രൂഷിക്കുന്ന മക്കളുണ്ട്, ബന്ധുക്കളുണ്ട് അള്ളാഹുവെ, അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന മറ്റാളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹുവെ നിൻ്റെ പ്രത്യേകമായ കാവലും നിൻ്റെ സംരക്ഷണവും നൽകണമേ റബ്ബേ. പ്രത്യേകിച്ച് പ്രായമേറിയ രോഗികളെ കൊണ്ടു നടക്കുന്ന സഹായിക്കുന്ന ആളുകൾക്ക് മുഴുവൻ അള്ളാഹു നിൻ്റെ പ്രത്യേകമായ മലക്കുകളുടെ കാവൽ കൊണ്ട് നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളുടെ ഈ നാടും അള്ളാഹു നിൻ്റെ കാവലിലാക്കണേ. ലോകരാജ്യങ്ങളും റബ്ബേ നിൻ്റെ കാവലിലും നിൻ്റെ ഐനിലുമാക്കണേ തമ്പുരാനെ. അള്ളാഹു, യുദ്ധങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അവസാനിച്ച് സമാധാനപരമായൊരു ജീവിതം അള്ളാഹുവെ നീ ലോകത്തിന് തന്നെ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഈ നാടിലെ ഭരണാധികാരികൾക്ക് റബ്ബേ സർവ്വ നന്മക്കും
എല്ലാവിധ ഖൈറിനും തൗഫീഖ് നൽകണേ റബ്ബേ. ആയുരാരോഗ്യം കൊണ്ട് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇതിൻ്റെ ബാനിയായ മുഅസ്സിസായ ഷെയ്ഖ് സായിദ് റഹിമഹുല്ല അവരുടെ ഖബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കണേ റബ്ബേ. അങ്ങനെ ആരൊക്കെ ഭരണാധികാരികൾ മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കും ഇവിടുത്തെ ജനങ്ങൾക്കും ഈ വിദേശികളായി വന്ന വിശ്വാസിനികൾ അല്ലാഹു എല്ലാവരുടെയും ഖബറുകളെ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين. اللهم تقبل من الحجاج حجهم، اللهم تقبل من المعتمرين عمرتهم، اللهم تقبل من الزوار زيارتهم لحبيبك صلى الله عليه وسلم. اللهم تقبل أضحياتنا، اللهم تقبل صلواتنا، اللهم تقبل صيامنا، اللهم تقبل قيامنا، وتقبل تكبيرنا وتهليلنا وتحميدنا. اللهم تقبل منا صالح أعمالنا، وادفع بها بلياتنا، واشف بها مرضانا، وعاف بها مبتلانا، وارحم بها موتانا وموتى المسلمين. آمين 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 برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു മംഗലാപുരത്തുള്ളൊരു സുഹൃത്താണ്, പ്രായമുള്ള നമ്മുടെ ഒരു കാരണവർ, അദ്ദേഹം സദസ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ എല്ലാവരും കഴിയുന്ന പറ്റുന്ന ആളുകളൊക്കെ സഹായിക്കണം, പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യാൻ. അടുത്ത ഒരു ക്ലാസ് കൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ അൽ ഹാഫിളു സുബ്ഹാന എന്ന ഇസ്മോടുകൂടെ നമ്മൾ അസ്മാഉൽ ഹുസ്നയുടെ ക്ലാസ് ഇൻഷാ അല്ലാഹ് 99 ഇസ്മുകളായി നമ്മൾ ഇൻഷാ അല്ലാഹ് പര്യവസാനിപ്പിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോൾ അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവധിയാണ്, സ്കൂളൊക്കെ പൂട്ടുന്ന സമയമായില്ലേ ഉണ്ടോ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.